ഹലോ നമസ്കാരം. എല്ലാവർക്കും എംഫേവർ ലേണിംഗ് ആപ്പിന്റെ പുതിയൊരു റീസണിംഗ് സെഷനിലേക്ക് ഹൃദ്യമായ സ്വാഗതം. എൻ്റെ പേര് മിഥുൻ രാജ്. നമ്മൾ ഇന്ന് പഠിക്കുന്നത് സെൻട്രൽ ലെവൽ എക്സാംസിനൊക്കെ വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു പോർഷനാണ്. അതാണ് ബ്ലഡ് റിലേഷൻ, രക്തബന്ധങ്ങളെ കുറിച്ചാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. ഓക്കെ, ബ്ലഡ് റിലേഷൻ ആണ് നമ്മൾ പഠിക്കുന്നത്. റെഡിയാണോ എല്ലാവരും? ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ബ്ലഡ് റിലേഷനെ പറ്റി കുറച്ച് സംസാരിക്കാം. ഓക്കെ, ബ്ലഡ് റിലേഷൻ പ്രധാനമായിട്ടും 3 തരത്തിലാണ് ചോദിക്കാറുള്ളത്. ഓക്കെ, അപ്പൊ നമ്മൾ എന്തൊക്കെയാണ് ഓരോ കുടുംബത്തിന്റെ ഇപ്പൊ രാമുവിന്റെ സഹോദരാണ്, അങ്ങനെ 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 ഓരോ ബന്ധങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ചോദിക്കും. എന്നിട്ട് ഇന്നയാള് ഇയാളുടെ ആരാണ്, ഇവർ തമ്മിലുള്ള ബന്ധം എന്താണ്, അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് സാധാരണ ചോദിക്കാറുണ്ട്. പിന്നെ വരുന്നത് കോഡഡ് റിലേഷൻ ആണ്. ഒരു കോഡ് വെച്ചുകൊണ്ട് ഒരു കുടുംബ ബന്ധത്തെ സൂചിപ്പിക്കുന്നു. അതുപ്രകാരം ഇന്നയാള് ഇയാളുടെ ആരാണ്, അത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് സാധാരണ കാണാറുണ്ട്. പിന്നെയാണ് എന്താണ് പോയിന്റിംഗ് ടൈപ്പ് അല്ലെങ്കിൽ ഇൻട്രഡ്യൂസിംഗ് ടൈപ്പ് എന്നൊക്കെ പറയുന്നത്. ഒരു ഫോട്ടോയിൽ ഒരാളെ കാണുന്നു, ഇയാള് എൻ്റെ ഭാര്യയുടെ അമ്മയുടെ അങ്ങനെയൊക്കെ പറഞ്ഞ് ബന്ധങ്ങളൊക്കെ പോയി പറഞ്ഞു കഴിഞ്ഞിട്ട് ഇയാളും ഞാനും തമ്മിലുള്ള ബന്ധം എന്താണ്, അങ്ങനെയുള്ള ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് ഈ പോയിന്റിംഗ് അല്ലെങ്കിൽ ഇൻട്രഡ്യൂസിംഗ് ടൈപ്പ് ക്വസ്റ്റ്യൻസിൽ സാധാരണ കാണുന്നത്. ഇങ്ങനെയുള്ള 3 പ്രധാനപ്പെട്ട ടൈപ്പുകളാണ് നമ്മുടെ ബ്ലഡ് റിലേഷനുമായി ബന്ധപ്പെട്ട് സാധാരണ എക്സാമിന് ചോദിച്ച് കാണാറുള്ളത്, അല്ലെ? ഈ 3 ടൈപ്പും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ പഠിച്ചു വെക്കണം. ഈ 3 ടൈപ്പ് മാറി മാറി എല്ലാവിധ എക്സാമുകൾക്കും ചോദിക്കാറുണ്ട്. ഓക്കെ, SSC ആയിക്കോട്ടെ, IB ആയിക്കോട്ടെ, RRB ആയിക്കോട്ടെ, അങ്ങനെ പലവിധ എക്സാമുകൾക്ക് ഈ എല്ലാ ടൈപ്പും തന്നെ ചോദിച്ച് കാണാറുണ്ട്. ഓക്കെ, അതുകൊണ്ട് നമുക്ക് ഇതിനകത്ത് ഒരു ടൈപ്പും മാറ്റി വെക്കാൻ പറ്റില്ല. കൃത്യമായിട്ട് ഈ 3 ടൈപ്പും വളരെ വ്യക്തമായിട്ട് നമ്മൾ പഠിക്കുകയും വേണം. ഓക്കെ, അപ്പൊ അതൊക്കെ എങ്ങനെ നമുക്ക് പെട്ടെന്ന് സോൾവ് ചെയ്യാം, ചിലപ്പോഴൊക്കെ കൺഫ്യൂഷൻ വരുമ്പോൾ എങ്ങനെ അതൊക്കെ പെട്ടെന്ന് സോൾവ് ചെയ്യാം എന്നൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ് കൊണ്ട് വളരെ വ്യക്തമായിട്ട് വിശദമായിട്ട് പഠിച്ചു പോകുന്നത്. ഓക്കെ, റെഡിയാണോ എല്ലാവരും? റെഡിയാണോ? ഓക്കെ, അപ്പൊ നമ്മൾ ഇന്ന് ക്ലാസ്സിൽ എടുത്തിരിക്കുന്ന ക്വസ്റ്റ്യൻസ് പോലും പ്രീവിയസ് ആയിട്ട് ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് എങ്ങനെയാണ് അതിന്റെ ഒരു ചോദിക്കുന്ന ഒരു പാറ്റേൺ എങ്ങനെയാണ്, എന്തൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, അതൊക്കെ നമ്മൾ കൃത്യമായിട്ട് ഇന്ന് പഠിച്ചു പോകുന്നുണ്ട്. ഓക്കെ, ബ്ലഡ് റിലേഷനെ പറ്റി പഠിക്കുമ്പോൾ നമുക്ക് പലപ്പോഴും വളരെ കൺഫ്യൂഷൻ വരും. കാരണം ഈ ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ പലപ്പോഴും കൺഫ്യൂഷൻ വരും, അല്ലെ? ഈ ബന്ധങ്ങളെ പറ്റിയൊക്കെ പറയുമ്പോൾ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിപ്പോവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ അത് മാറിപ്പോവാതിരിക്കാൻ നമുക്ക് എന്ത് വെച്ച് പഠിക്കാം? നമ്മൾ സിംബൽസ് ഉപയോഗിച്ചുകൊണ്ടാണ് ബ്ലഡ് റിലേഷൻ ഓരോന്നും സൂചിപ്പിച്ച് പോകുന്നത്. ഓക്കെ, സിംബൽസ് ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ബ്ലഡ് റിലേഷനുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ എന്തൊക്കെ സിംബൽസ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത് എന്നാണ് നമ്മൾ ആദ്യം പരിശോധിക്കുന്നത്. ഓക്കെ, റെഡിയാണോ? നോക്കിക്കേ. സിംബൽസ് ആണ് നമ്മൾ ആദ്യം പഠിക്കുന്നത്. ഓക്കെ, ഇത് നമ്മൾ ചെയ്യുന്ന എല്ലാ ക്വസ്റ്റ്യൻസിലും ഈ സിംബൽസ് ആണ് ഉപയോഗിക്കുന്നത്. നോക്കൂ, ഒരു പുരുഷനെയാണ്, മെയിലിനെയാണ് സൂചിപ്പിക്കുന്നതെങ്കിൽ അത് നമ്മളൊരു ചതുരം കൊണ്ട് സൂചിപ്പിക്കുന്നു. ഒരു പുരുഷനെയാണെങ്കിൽ എങ്ങനെ സൂചിപ്പിക്കും? ഒരു ചതുരം കൊണ്ട് നമ്മൾ സൂചിപ്പിക്കും. ഓക്കെ, ഒരു ഫീമെയിൽ ആണ്, ഒരു സ്ത്രീ ആണെങ്കിൽ നമ്മൾ അതൊരു വൃത്തം കൊണ്ട് സൂചിപ്പിക്കുന്നു. സ്ത്രീ ആണെങ്കിൽ അതൊരു വൃത്തം കൊണ്ട് സൂചിപ്പിക്കുന്നു. ഒരു മാരീഡ് കപ്പിൾ ആണെങ്കിൽ, ഓക്കെ, ദമ്പതിമാരാണെങ്കിൽ അവരെ നമ്മൾ ഡബിൾ ഹെഡഡ് ആരോ കൊണ്ട് സൂചിപ്പിക്കും. ഓക്കെ, മനസ്സിലായോ? ഓക്കെ, ഉദാഹരണത്തിന് നിങ്ങൾ നോക്കിയേ, അരുൺ എന്ന് പറയുന്ന ഒരു വ്യക്തി. ഓക്കെ, അരുണിനെ നമ്മൾ എ എന്ന് സൂചിപ്പിക്കുന്നു. ഓക്കെ, അദ്ദേഹം ഒരു പുരുഷനാണ്. അതുകൊണ്ട് നമ്മൾ ഈ എയിനെ ഒരു ചതുരത്തിൽ സൂചിപ്പിക്കുന്നു. എന്താണ്? അരുൺ എന്ന പുരുഷൻ എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഓക്കെ, ഗീത എന്ന സ്ത്രീ, അത് നമുക്ക് എങ്ങനെ സൂചിപ്പിക്കാൻ നോക്കാം. നോക്കിയേ, ഗീതയുടെ ഒരു ജി എഴുതി, അതിനുശേഷം ഈ ജിയുടെ ചുറ്റും ഒരു വൃത്തം വരച്ചു. ഓക്കെ, അരുണും ഗീതയും. ഓക്കെ, ഗീത ഒരു സ്ത്രീയാണ്, അതുകൊണ്ട് ജി എഴുതിയിട്ട് നമ്മൾ ഒരു വൃത്തം വരച്ചു. ഇങ്ങനെയാണ് നമ്മൾ ഓരോരുത്തരെയും സൂചിപ്പിക്കുന്നത്. ഓക്കെ, അവരുടെ ജെൻഡർ ആദ്യം എന്താണെന്ന് മനസ്സിലാക്കും, അത് പ്രകാരം അവരെ ഡിനോട്ട് ചെയ്യും. അതിനുശേഷം ഒരു വൃത്തം, സ്ത്രീ ആണെങ്കിൽ വൃത്തം വരയ്ക്കും, ഒരു പുരുഷനാണെങ്കിൽ നമ്മളത് ചതുരത്തിൽ സൂചിപ്പിക്കും. മനസ്സിലായോ? ഓക്കെ, ഇനി ഇവരൊരു മാരീഡ് കപ്പിൾ ആണെങ്കിൽ നമ്മൾ അവരെ പരസ്പരം ഒരു ഡബിൾ ഹെഡഡ് ആരോ ഉപയോഗിച്ചുകൊണ്ട് സൂചിപ്പിക്കുന്നു. ഇതിനർത്ഥം അരുണും ഗീതയും ഭർത്താവും ഭാര്യയുമാണ്. ഓക്കെ, മനസ്സിലായോ? മനസ്സിലായോ? ഇവര് ദമ്പതിമാരാണ്. ഓക്കെ, മനസ്സിലായോ? നോക്കൂ, ഇവർക്കൊരു കുട്ടിയുണ്ട്. ഓക്കെ, ഇവരുടെ ഒരു മകനെ സൂചിപ്പിക്കുന്നത് തൊട്ടടുത്ത ജനറേഷൻ ആയതുകൊണ്ട് തൊട്ട് താഴേക്ക് ഒരു ലൈൻ അങ്ങ് വരയ്ക്കും. ഓക്കെ, അടുത്ത ജനറേഷൻ ആണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു ലൈൻ വരയ്ക്കുന്നു. അതിനുശേഷം ഇവരുടെ മകനെ നമ്മൾ എങ്ങനെ സൂചിപ്പിക്കും? ഒരു ചതുരം കൊണ്ട് സൂചിപ്പിക്കുന്നു. മകനാണെങ്കിൽ ഒരു ചതുരം കൊണ്ട് സൂചിപ്പിക്കുന്നു. ഓക്കെ, ഇനി ഇവർക്കൊരു മകളാണെങ്കിലോ നമ്മൾ എന്ത് വരയ്ക്കുന്നു? തൊട്ടടുത്ത് തന്നെ ഈ മകന്റെ ഒരു സഹോദരിയാണല്ലോ ആ കുട്ടി, അല്ലെ? അതുകൊണ്ട് ആ ഒരു സഹോദരിയെ നമ്മൾ എങ്ങനെ സൂചിപ്പിക്കുന്നു? ഒരു വൃത്തം കൊണ്ട് സൂചിപ്പിക്കുന്നു. തൊട്ടടുത്ത്, അല്ലെ? സഹോദരങ്ങളായതുകൊണ്ട് ഇങ്ങനെ കണക്ഷൻ ഒന്നും കൊടുക്കുന്നില്ല. അതെന്താണ്? തൊട്ടടുത്ത് ചേർത്ത് വെച്ച് നിങ്ങൾ വരയ്ക്കുകയാണ്.
മനസ്സിലായല്ലോ. അപ്പൊ സിമ്പിൾസ് ഉപയോഗിച്ചുകൊണ്ട് നമ്മളെ ഈ ബന്ധങ്ങളെ സൂചിപ്പിക്കുന്നത് ഇത്തരത്തിലാണ്. എന്തൊക്കെയാണ് നമ്മൾ പറയുന്നത്? പുരുഷനാണെങ്കിൽ ചതുരം കൊണ്ട് സൂചിപ്പിക്കുന്നു, സ്ത്രീ ആണെങ്കിൽ വൃത്തം കൊണ്ട് സൂചിപ്പിക്കുന്നു, അവർ ദമ്പതിമാരാണെങ്കിൽ ഡബിൾ ഹെഡഡ് ആരോ ഉപയോഗിച്ച് രണ്ടുപേരെയും സൂചിപ്പിക്കുന്നു. ഇത്രയാണ് പറഞ്ഞത് അല്ലെ. ഇനി നോക്കിയേ, തൊട്ടടുത്ത ജനറേഷൻ ആണെങ്കിൽ അരുണിന്റെ മകൻ ആയതുകൊണ്ട് തൊട്ട് താഴേക്ക് ഒരു ലൈൻ വരയ്ക്കുന്നു. ഓക്കെ, മകനായതുകൊണ്ട് എന്താണ്? പുരുഷനാണ്, അതുകൊണ്ട് നമ്മൾ ചതുരം കൊടുക്കുന്നു. ഇനി ഇവരുടെ മകളെ സൂചിപ്പിക്കുന്നതിന് തൊട്ട് താഴേക്ക് ഒരു വൃത്തം കൊടുക്കുന്നു. ഓക്കെ, ഈ മകനും മകളും എന്താണ്? സഹോദരങ്ങളാണല്ലോ, അതുകൊണ്ടാണ് ഇവിടെ ചേർത്ത് വരച്ചേക്കുന്നത്. ഓക്കെ, ഇവിടെ വേണമെങ്കിൽ ഇങ്ങനെ താഴേക്ക് വരച്ചാലും കുഴപ്പമില്ല, ആ ജനറേഷൻ കാണിക്കാൻ വേണ്ടി അങ്ങനെ വരച്ചാലും കുഴപ്പമില്ല. ഇനി നോക്കൂ, ഈ അരുണിന്റെ അച്ഛനെയും അമ്മനെയും നമുക്ക് ഇതാ തൊട്ട് മുകളിലേക്ക് ലൈൻ വരച്ചുകൊണ്ട് അല്ലെ, അടുത്ത ജനറേഷൻ അല്ലേ, അതുകൊണ്ട് ഒരു ലൈൻ വരച്ചുകൊണ്ട് മുകളിൽ നമുക്ക് സൂചിപ്പിക്കാം. ഓക്കെ, അപ്പൊ മനസ്സിലായല്ലോ, സ്ത്രീയെ എങ്ങനെ സൂചിപ്പിക്കുന്നു, പുരുഷനെ എങ്ങനെ സൂചിപ്പിക്കുന്നു, അവർ തമ്മിലെ ബന്ധങ്ങൾ, ഇപ്പൊ ദമ്പതിമാരാണെങ്കിൽ അവരെങ്ങനെ സൂചിപ്പിക്കുന്നു, സഹോദരങ്ങളാണെങ്കിൽ എങ്ങനെ സൂചിപ്പിക്കുന്നു, തൊട്ടടുത്ത ജനറേഷൻ ആണെങ്കിൽ എങ്ങനെ സൂചിപ്പിക്കുന്നു എന്നൊക്കെയാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. മനസ്സിലായോ? സിമ്പിൾസ് ഇങ്ങനെയാണ് നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻസിൽ ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പൊ ഈ ഒരു കാര്യം മനസ്സിലാക്കി കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ നമുക്ക് ഇന്നത്തെ ക്വസ്റ്റ്യൻസ് എല്ലാം തന്നെ വർക്കൗട്ട് ചെയ്ത് പോകാം. ഓക്കെ, റെഡി ആണല്ലോ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. അതിനു മുമ്പ് ക്വസ്റ്റ്യൻ ടൈപ്പ് എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞിരുന്നു, എങ്കിലും ഒന്നും കൂടി ഒന്ന് പറയാം. നോക്കിയേ, ആദ്യത്തെ ടൈപ്പാണ് പസിൽ ടൈപ്പ്. ഓക്കെ, പസിൽ ടൈപ്പാണ് നമ്മൾ ആദ്യം പഠിക്കുന്നത്. 3 തരത്തിലാണ് ക്വസ്റ്റ്യൻസ് വരാറുള്ള ബ്ലഡ് റിലേഷനുമായി ബന്ധപ്പെട്ട്. അതിൽ ആദ്യത്തേത് പസിൽ ടൈപ്പ് ആണ്. രണ്ടാമത്തേത് കോഡഡ് റിലേഷൻഷിപ്പ്. ഒരു ബന്ധത്തെ എന്താണ്? ഒരു കോഡ് ഉപയോഗിച്ച് സൂചിപ്പിക്കുന്നു. അത് പ്രകാരം നമ്മൾ ആ ബന്ധം എന്താണെന്ന് ഡീകോഡ് ചെയ്തെടുക്കുന്നു. ഓക്കെ, മനസ്സിലായല്ലോ? ബന്ധത്തിൽ ചോദിച്ച ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ എന്താണ് കണ്ടെത്തുന്നു. അതാണ് കോഡഡ് റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. അടുത്ത് നോക്കൂ, പോയിന്റിംഗ് ടൈപ്പ് അല്ലെങ്കിൽ ഇൻട്രഡ്യൂസിംഗ് ടൈപ്പ് എന്നും പറയും അല്ലെ. ഇപ്പൊ പറയാണ്, ഒരാളെ ഇൻട്രഡ്യൂസ് ചെയ്തുകൊണ്ട് പറയും, ഇയാള് എന്റെ ഭാര്യയുടെ അച്ഛന്റെ അനിയന്റെ അങ്ങനെയൊക്കെ പറഞ്ഞു പോകും. ഓക്കെ, അപ്പൊ അയാളും ഞാനും തമ്മിലുള്ള ബന്ധം എന്ത്, അത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. അതാണ് നമ്മൾ പോയിന്റിംഗ് ടൈപ്പ് ക്വസ്റ്റ്യൻസിൽ നോക്കുന്നത്. ഓക്കെ, അങ്ങനെ 3 ടൈപ്പാണ് പ്രധാനമായും ബ്ലഡ് റിലേഷനുമായി ബന്ധപ്പെട്ട് ചോദിക്കാറുള്ളത്. അത് 3 ഇവിടെ കൊടുത്തിരിക്കുന്നത്: പസില്, കോഡഡ്, പോയിന്റിംഗ്. ഓക്കെ, സെറ്റ് ആണല്ലോ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ആദ്യത്തെ ടൈപ്പായ പസിൽ ടൈപ്പിലേക്ക് കടക്കാം. ഓക്കെ, പസിൽ ടൈപ്പ് ആണ് നമ്മൾ ആദ്യം പഠിക്കുന്നത്. ഓക്കെ, നോക്കിയേ, ചോദ്യം വായിച്ചു നോക്കൂ. ഇൻ എ ഫാമിലി എ ഈസ് ദ ഹസ്ബൻഡ് ഓഫ് ബി എന്നാണ് പറഞ്ഞത്. ഓക്കെ, എ എന്താണ്? ബിയുടെ ഹസ്ബൻഡ് ആണ്. സി ഈസ് എ സൺ ഓഫ് എ, ഡി ഈസ് എ ഡോട്ടർ ഓഫ് ബി, എഫ് ഈസ് എ ഡോട്ടർ ഓഫ് ജി, സി ഈസ് ദ ഫാദർ ഓഫ് എഫ്. ദെൻ ഹൗ ഈസ് ജി റിലേറ്റഡ് ടു ബി എന്നാണ് ചോദ്യം. ഓക്കെ, നിങ്ങൾ നോക്കിയേ, ഒരു ഫാമിലിയിൽ എ ഈസ് ദ ഹസ്ബൻഡ് ഓഫ് ബി. എ ആണ് എന്ത്? ഹസ്ബൻഡ്. എ ഈസ് ദ ഹസ്ബൻഡ് ഓഫ് ബി. ബിയുടെ ഹസ്ബൻഡ് ആണ് എ. എങ്ങനെ സൂചിപ്പിക്കും? നോക്കിയേ, ബി ഈസ് ദ ഹസ്ബൻഡ് ഓഫ് എ. എ ഈസ് ദ ഹസ്ബൻഡ് ഓഫ് ബി അല്ലെ. എന്താണ്? എ ആണ് ഹസ്ബൻഡ്, അതുകൊണ്ട് ബി എന്തായിരിക്കും? സ്ത്രീ ആയിരിക്കും, ഭാര്യ ആയിരിക്കും അല്ലെ. അതുകൊണ്ട് നമ്മൾ ബി എഴുതിയിട്ട് ഒരു സർക്കിൾ കൊടുത്തു. മനസ്സിലായോ? ഓക്കെ, എ ഈസ് ദ ഹസ്ബൻഡ്. എ തൊട്ടടുത്ത് തന്നെ എഴുതി. ഓക്കെ, ഹസ്ബൻഡ് ആയതുകൊണ്ട് നമ്മൾ ചതുരത്തിൽ കൊടുത്തു. അവര് എന്താണ്? മാരീഡ് കപ്പിൾ ആയതുകൊണ്ട് നമ്മൾ അതിനെ ഡബിൾ ഹെഡഡ് ആരോ ഉപയോഗിച്ചുകൊണ്ട് സൂചിപ്പിച്ചു. മനസ്സിലായോ? ഓക്കെ ആണല്ലോ? എ ഈസ് ദ ഹസ്ബൻഡ് ഓഫ് ബി സൂചിപ്പിച്ചത് മനസ്സിലായല്ലോ? ഓക്കെ, ഇനി നോക്കിയേ, സി ഈസ് സൺ ഓഫ് എ അല്ലെ. സി എന്താണ്? എയുടെ സണ്ണാണ്. സി സണ്ണാണ്. സണ്ണായതുകൊണ്ട് എന്താണ്? ചതുരത്തിൽ നമ്മൾ സൂചിപ്പിക്കണം അല്ലെ. തൊട്ടടുത്ത ജനറേഷൻ ആയതുകൊണ്ട് ആ ഒരു ലൈനും കൂടി കൊടുത്തു. സി ഈസ് ദ സൺ ഓഫ് എ. മനസ്സിലായോ? ഓക്കെ, ഇനി എന്താ പറഞ്ഞത്? ഡി ഈസ് ദ ഡോട്ടർ ഓഫ് ബി അല്ലെ. ഡി എന്താണ്? ബിയുടെ ഡോട്ടർ ആണ്. ഓക്കെ, ബിയുടെ ഡോട്ടർ എന്ന് പറഞ്ഞാൽ എന്റെയും കൂടി ഡോട്ടർ ആണ്. ഓക്കെ, നിങ്ങൾ അതും കൂടി ശ്രദ്ധിക്കുക. നോക്കൂ, എന്താ പറഞ്ഞത്? ഡി ഈസ് ദ ഡോട്ടർ അല്ലെ. ഡോട്ടർ ആണ്. ഡി ഡോട്ടർ ആണ്. അതുകൊണ്ട് നമ്മൾ ആ ഒരു സർക്കിളിൽ കൊടുത്തു. അതുകൊണ്ട് തന്നെ എന്താണ്? ഡോട്ടർ ആയതുകൊണ്ട് ജനറേഷൻ ഗ്യാപ്പ് ഉള്ളത് കൊണ്ട് നമ്മൾ ലൈൻ ഉപയോഗിച്ചും റെപ്രസെന്റ് ചെയ്തു. ഓക്കെ, എഫ് ഈസ് ദ ഡോട്ടർ ഓഫ് ജി. എഫ് ഈസ് ദ ഡോട്ടർ ഓഫ് ജി. നമുക്കിവിടെ എഫിനെയും അറിയില്ല, ജിനെയും അറിയില്ല. അതുകൊണ്ട് അവിടെ നിൽക്കട്ടെ. ബാക്കിയുള്ളതും കൂടി നമുക്ക് ചെയ്ത് നോക്കിയിട്ട് ഇതിലേക്ക് വരാം. സി ഈസ് ദ ഫാദർ ഓഫ് എഫ്. സി ആരാണ്? എഫിന്റെ ഫാദർ ആണ്. സി ആരാണ്? എഫിന്റെ ഫാദർ ആണ്. നോക്കൂ, ഇവിടെ എഫ് എന്താണ് ജെൻഡർ എന്ന് നമുക്ക് ഇതുവരെ അറിയില്ല അല്ലെ. അതുകൊണ്ട് നമ്മൾ അതുപോലെ തന്നെ എഴുതി. സി എന്താണ്? ഫാദർ ആണെന്ന് നമുക്കറിയാം. അതുകൊണ്ട് ആ ഒരു ജനറേഷൻ ഗ്യാപ്പ് വരച്ചുകൊണ്ട് എഫിനെയും സൂചിപ്പിച്ചു. ഇനി നോക്കൂ, നമ്മൾ വിട്ടുപോയ ഒന്നുണ്ട്. എഫ് ഈസ് ദ ഡോട്ടർ ഓഫ് ജി. എഫ് ആരാണ്? ജിയുടെ ഡോട്ടർ ആണ് അല്ലെ. ജിയുടെ ഡോട്ടർ ആണ് ആര്? എഫ് എന്ന് പറയുന്നത് അല്ലെ. ജിയുടെ ഡോട്ടർ ആണ്. ഇവിടെ സിയുടെ മകൾ ആണെന്ന് നമ്മൾ ഇതുവരെ കണ്ടെത്തി കഴിഞ്ഞു. പിന്നെ എന്താണ്? ജിയുടെ ഡോട്ടർ ആണെന്നും കൂടി പറഞ്ഞിട്ടുണ്ട് അല്ലെ. ഓക്കെ, ജിയുടെ ഡോട്ടർ ആണ് അല്ലെ. സിയുടെ മകളാണ്, അതോടൊപ്പം തന്നെ ജിയുടെ ഡോട്ടർ ആണ്. അപ്പൊ ജിയുടെ പിന്നെ എന്താണ് വരിക? ജെൻഡർ എന്താ വരിക? ഇത് പുരുഷനാണ്. സി പുരുഷനാണ്. അതുകൊണ്ട് ജി എന്താ വരിക?
ആ സ്ത്രീ ആയിരിക്കും. ഓക്കെ, ഇവര് മാരീഡ് കപ്പിളും ആയിരിക്കും അല്ലെ. സിയുടെ മകളാണ്, ജിയുടെയും മകളാണ്. അങ്ങനെയാണെങ്കിൽ ജി എന്താണ്? സ്ത്രീയാണ്, എഫിന്റെ അമ്മയാണ്. മനസ്സിലായോ? ഓക്കെ, അപ്പൊ നമ്മൾ ഏകദേശം എല്ലാം തന്നെ കംപ്ലീറ്റ് ചെയ്തു. ഇനി നമ്മൾ എന്താ കണ്ടുപിടിക്കേണ്ടത്? ദെൻ ഹൗ ഈസ് ജി റിലേറ്റഡ് ടു ബി? ജി എങ്ങനെയാണ് ബിയുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്നത്? ജി എങ്ങനെയാണ് ബിയുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്നത്? ബിയുടെ ആരാണ്? ബിയുടെ മകന്റെ ഭാര്യയാണ് അല്ലെ. ബിയുടെ മകന്റെ ഭാര്യയാണ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡോട്ടർ ഇൻ ലോയാണ്. മനസ്സിലായോ? ഓപ്ഷൻ സി കിട്ടിയോ? ഓക്കെ, അപ്പൊ നമ്മൾ ഇങ്ങനെയാണ് സിമ്പിൾസ് ഉപയോഗിച്ചുകൊണ്ട് എന്താണ് വളരെ പെട്ടെന്ന് നമ്മുടെ കുടുംബ ബന്ധങ്ങളെ സൂചിപ്പിക്കുന്നത്, അത് പ്രകാരം തന്നിരിക്കുന്ന ചോദ്യത്തിനുള്ള ഉത്തരം കണ്ടെത്തുന്നത്. മനസ്സിലായോ? സെറ്റാണോ? കിട്ടുന്നുണ്ടോ എല്ലാവർക്കും? ഒന്ന് ചെയ്തു നോക്കിയേ. കിട്ടുന്നുണ്ടോ? ഓക്കെ ആണോ? ഓക്കെ, സെറ്റല്ലേ? മനസ്സിലായില്ലേ? അപ്പൊ നമ്മൾ വിശദമായിട്ട് എങ്ങനെയാണ് സൂചിപ്പിക്കേണ്ടത് എന്ന് പഠിച്ചു കഴിഞ്ഞു അല്ലെ. ഇനി നമുക്കെല്ലാം പെട്ടെന്ന് ഓരോന്നായിട്ട് ചെയ്തു പോകാം, എല്ലാ ക്വസ്റ്റ്യൻസും. ഓക്കെ, റെഡി ആണല്ലോ? ഓക്കെ, ഇവിടെ ഡോട്ടർ ഇൻ ലോ കിട്ടി അല്ലെ. ജി ആരാണ്? ബിയുടെ ഡോട്ടർ ഇൻ ലോയാണ്. ഓക്കെ, കിട്ടിയല്ലോ. അങ്ങനെയാണെങ്കിൽ വേഗം ഈ ഒരു ക്വസ്റ്റ്യൻ വേഗം ചെയ്തേ എല്ലാവരും. ഒന്ന് വേഗം ചെയ്ത് നോക്കിയേ. എന്താ ചോദ്യം? Q is the brother of R, P is the sister of Q, T is the brother of S, S is the daughter of R. How is Q related to T എന്നാണ് ചോദിച്ചത്. ഒന്ന് വേഗം ചെയ്തു നോക്കിയേ. ഒന്ന് വേഗം ചെയ്തു നോക്കൂ. ഓക്കെ, നമുക്ക് നോക്കാം. കിട്ടുന്നുണ്ടോ? വേഗം ചെയ്യൂ. ഓക്കെ, നോക്കാം. എന്താണ്? Q ഈസ് ദ ബ്രദർ ഓഫ് ആർ എന്നാണ് പറഞ്ഞത് അല്ലെ. Q എന്താണ്? ബ്രദർ ആണ്. Q ബ്രദർ ആയതുകൊണ്ട് അല്ലെ, പുരുഷനല്ലേ. അപ്പൊ എന്താണ്? നമ്മൾ ചതുരത്തിൽ സൂചിപ്പിക്കുന്നു. Q ഈസ് ദ ബ്രദർ ഓഫ് ആർ. ആറിന്റെ ബ്രദർ ആണ്. ഓക്കെ, ആറിന്റെ ബ്രദർ ആണ്. എന്നാൽ ആറിന്റെ ജെൻഡർ നമുക്കിവിടെ അറിയില്ല. P ഈസ് ദ സിസ്റ്റർ ഓഫ് Q. നമുക്കിവിടെ P-നെയും അറിയില്ല, Q-വിനെയും അറിയില്ല. T ഈസ് ദ ബ്രദർ ഓഫ് എസ്. ടി ആരാണ്? എസിന്റെ ബ്രദർ ആണ്. നമുക്ക് ടിയെയും അറിയില്ല, എസിനെയും അറിയില്ല. എസ് ഈസ് ദ ഡോട്ടർ ഓഫ് ആർ. എസ് ആരാണ്? ആറിന്റെ ഡോട്ടർ ആണ്. എസ് ആരാണ്? ആറിന്റെ ഡോട്ടർ ആണെന്ന് നമുക്കറിയാം. ഓക്കെ, നോക്കൂ ഇനി എന്താണ് വിട്ടുപോയ കാര്യങ്ങൾ. പി ഈസ് ദ സിസ്റ്റർ ഓഫ് ക്യൂ. പി ഈസ് ദ സിസ്റ്റർ ഓഫ് ക്യൂ. ഓക്കെ, അവിടെ ഉണ്ടായിരുന്നു അല്ലേ. ഓക്കെ, പി ഈസ് ദ സിസ്റ്റർ ഓഫ് ക്യൂ. പി എന്താണ്? ക്യൂവിന്റെ സിസ്റ്റർ ആണ്. ഓക്കെ, നമ്മൾ വിട്ടുപോയതാണ്. പി ഈസ് ദ സിസ്റ്റർ ഓഫ് ക്യൂ എന്ന് തന്നിട്ടുണ്ട്. ടി ഈസ് ദ ബ്രദർ ഓഫ് എസ്. ടി ഈസ് ദ ബ്രദർ ഓഫ് എസ് അല്ലെ. ടി ഈസ് ദ ബ്രദർ ഓഫ് എസ്. നമുക്ക് ഒന്നും കൂടി ഒന്ന് വായിച്ചു നോക്കാം. ക്യൂ ഈസ് ദ ബ്രദർ ഓഫ് ആർ. ആറിന്റെ ബ്രദർ ആണ് ക്യൂ അല്ലെ. അത് നമുക്ക് ചതുരം കൊണ്ട് സൂചിപ്പിച്ചു. പി ഈസ് ദ സിസ്റ്റർ ഓഫ് ക്യൂ. പി ആരാണ്? ക്യൂവിന്റെ സിസ്റ്റർ ആണ്. അതുകൊണ്ട് നമ്മൾ സർക്കിളിൽ കൊടുത്തു. ടി ഈസ് ദ ബ്രദർ ഓഫ് എസ്. ടി ആരാണ്? ടി ഈസ് ദ ബ്രദർ ഓഫ് എസ്. എസിന്റെ ബ്രദർ ആണ് ആര്? ടി എന്ന് പറയുന്നത് അല്ലെ. ബ്രദർ ആയതുകൊണ്ട് നമ്മൾ ചതുരത്തിൽ കൊടുത്തു. ടി ഈസ് ദ ബ്രദർ ഓഫ് എസ്. എസ് ഈസ് ദ ഡോട്ടർ ഓഫ് ആർ. എസ് ആരാണ്? ആറിന്റെ ഡോട്ടർ ആണ്. ഹൗ ഈസ് ക്യൂ റിലേറ്റഡ് ടു ടി? ടി എങ്ങനെ ക്യൂവുമായി റിലേറ്റ് ചെയ്തിരിക്കുന്നു അല്ലെ. ടി ആരാണ്? ടിയുടെ അച്ഛനോ അമ്മയോ ആരോ ഒരാളാണ് ആര്? ആർ എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ അല്ലെങ്കിൽ അമ്മയുടെ ആണെങ്കിൽ അമ്മയുടെ അല്ലെങ്കിൽ അച്ഛന്റെ എന്താണ്? സഹോദരനാണ് ക്യൂ അല്ലെ. അപ്പൊ നമ്മൾ എന്ത് പറയും? എന്താണ് ആ ബന്ധം? നോക്കൂ, എന്താണ്? ആറിന്റെ അച്ഛന്റെയോ അമ്മേന്റെയോ സഹോദരനാണ് ആര്? ക്യൂ എന്ന് പറയുന്നത്. അതായത് ക്യൂ എന്ന് പറയുന്നത് ടിയുടെ അങ്കിളാണ്. ഓക്കെ, അങ്കിളാണ്, ക്യൂ ആണ്. ഹൗ ഈസ് ക്യൂ റിലേറ്റഡ് ടു ടി എന്നാണ് ചോദിച്ചത്. എന്താണ്? ക്യൂ ടിയുടെ അങ്കിളാണ്. ഓപ്ഷൻ എ ആണ് ഇവിടുത്തെ ശരി ഉത്തരം. മനസ്സിലായോ? കിട്ടുന്നുണ്ടോ എല്ലാവർക്കും? കിട്ടിയോ? മനസ്സിലായോ? ഓക്കെ, എന്തൊക്കെയാണ്? ക്യൂ എന്ന് പറയുന്നത് ടിയുടെ അങ്കിളാണ്. ഓക്കെ, മനസ്സിലായല്ലോ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ വേഗം ഈ ഒരു ചോദ്യം വേഗം ചെയ്തേ. ദീപക് ഈസ് ദ ബ്രദർ ഓഫ് സുശാന്ത്. ഓക്കെ, റീന ഈസ് ദ സിസ്റ്റർ ഓഫ് അതുൽ. സുശാന്ത് ഈസ് ദ സൺ ഓഫ് റീന. ഹൗ ഈസ് ദീപക് റിലേറ്റഡ് ടു റീന എന്നാണ് ചോദ്യം. ഒന്ന് വേഗം ചെയ്തേ എല്ലാവരും. ഒന്ന് വേഗം ചെയ്തേ. കിട്ടുന്നുണ്ടോ? ഓക്കെ, എളുപ്പമല്ലേ? കുറച്ചേ ഉള്ളൂ അല്ലെ. ചെറിയ ബന്ധമാണ് പറയുന്നത് അല്ലെ. നോക്കിയേ, ദീപക് ഈസ് ദ ബ്രദർ ഓഫ് സുശാന്ത്. ദീപക് എന്താണ്? സുശാന്തിന്റെ ബ്രദർ ആണ്. ദീപക് എന്ന് പറയുന്നത് സുശാന്തിന്റെ ബ്രദർ ആണ്. ദീപക് സുശാന്തിന്റെ ബ്രദർ ആണ്. ഓക്കെ, റീന ഈസ് ദ സിസ്റ്റർ ഓഫ് അതുൽ. നമുക്ക് റീനയെയും അറിയില്ല, അതുലിനെയും അറിയില്ല. സുശാന്ത് ഈസ് ദ സൺ ഓഫ് റീന. സുശാന്ത് ഈസ് ദ സൺ ഓഫ് റീന. സുശാന്ത് റീനയുടെ മകനാണ് അല്ലെ. സുശാന്ത് റീനയുടെ മകനാണ്. ഓക്കെ,
അതുകൊണ്ട് നമ്മൾ ആ ജനറേഷൻ ഗ്യാപ്പ് ഇതാ ഇങ്ങനെ കൊടുത്തു അല്ലെ. ഇനി എന്താണ് നമ്മൾ വിട്ടുപോയ ഒരാൾ, റീന ഈസ് ദ സിസ്റ്റർ ഓഫ് അതുൽ. റീന ആരാണ്? അതുലിന്റെ സിസ്റ്റർ ആണ്. അതുലിന്റെ സിസ്റ്റർ ആണ് ആര്? റീന എന്ന് പറയുന്നത്. മനസ്സിലായോ? ഒന്നും കൂടി നോക്കിക്കേ. ദീപക് ഈസ് ദ ബ്രദർ ഓഫ് സുശാന്ത്, റീന ഈസ് ദ സിസ്റ്റർ ഓഫ് അതുൽ അല്ലെ. സുശാന്ത് ഈസ് ദ സൺ ഓഫ് റീന. സുശാന്ത് റീനയുടെ സണ്ണാണ്. ഹൗ ഈസ് ദീപക് റിലേറ്റഡ് ടു റീന? ദീപക് റിലേറ്റഡ് ടു റീന. റീനയുടെ ആരാണ് ദീപക് എന്നാണ് ചോദ്യം അല്ലെ. റീനയുടെ ആരാണ് ദീപക്? ആരാണ്? മകനാണ് അല്ലെ. നോക്കിയാൽ റീനയുടെ മകനാണ് സുശാന്ത് എന്നുണ്ട്. സുശാന്തിന്റെ സഹോദരനാണ് ദീപക്. അങ്ങനെയാണെങ്കിൽ ദീപക് റീനയുടെയും മകനാണ്. ഓക്കെ, ദീപക്കും റീനയുടെ മകനാണ്. ഓപ്ഷൻ ഡി സണ്ണാണ് വരുന്നത്. ഓക്കെ, ഓപ്ഷൻ ഡി സണ്ണാണ് വരുന്നത്. കിട്ടിയോ? കിട്ടുന്നുണ്ടോ എല്ലാവർക്കും? ഓക്കെ, ദീപക് റീനയുടെ മകനാണ്. കിട്ടുന്നുണ്ടല്ലോ? ഓക്കെ, കിട്ടിയല്ലോ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ വേഗം ഈ ഒരു ചോദ്യം കൂടി ചെയ്തേ. വേഗം ചെയ്യൂ. Z, the son-in-law of K is the brother-in-law of G. Who is the brother of E? E is the daughter of K. How is G related to K എന്നാണ് ചോദ്യം അല്ലെ. കുറച്ചൊന്ന് കൺഫ്യൂസിങ് ആക്കും, എന്നാലും കുഴപ്പമില്ല. നമുക്ക് ഉത്തരമൊക്കെ വളരെ പെട്ടെന്ന് കിട്ടും അല്ലെ. കിട്ടും. ഓക്കെ, കിട്ടണം. വേഗം ചെയ്തേ. വേഗം ചെയ്യൂ. കിട്ടുന്നുണ്ടോ? ഓക്കെ, നമുക്ക് നോക്കാം. സെഡ് ദ സൺ ഇൻ ലോ ഓഫ് കെ അല്ലെ. സെഡ് എന്താണ്? സൺ ഇൻ ലോ ഓഫ് കെ ആണ്. സെഡ് എന്ന് പറയുന്ന ആരാണ്? സൺ ഇൻ ലോ ഓഫ് കെ ആണ്. സൺ ഇൻ ലോ എന്ന് പറഞ്ഞാൽ അപ്പൊ തന്നെ നമുക്ക് മനസ്സിലാവും എന്താണ്. സെഡ് ഒരു പുരുഷനാണ്. സെഡ് ഒരു പുരുഷനാണ്. സൺ ഇൻ ലോ ഓഫ് കെ എന്നാണ് പറയുന്നത് അല്ലെ. സെഡ് അപ്പോ ഒരാളെ കല്യാണം കഴിച്ചു, ഒരു സ്ത്രീയെ കല്യാണം കഴിച്ചു. അവരുടെ അച്ഛനാണ് ആര്? അച്ഛനോ അമ്മയോ ആണ് ആര്? കെ എന്ന് പറയുന്ന ആള് അല്ലെ. അച്ഛനോ അമ്മയോ ആണ്. ഈ ഭാര്യയുടെ അച്ഛനോ അമ്മയോ ആണ് ആര്? കെ എന്ന് പറയുന്നത്. ഓക്കെ, സൺ ഇൻ ലോ ഓഫ് കെ ഈസ് ദ ബ്രദർ ഇൻ ലോ ഓഫ് ജി. ഓക്കെ, പിന്നെന്താണ്? സെഡ് എന്ന് പറയുന്നത് ജിയുടെ ബ്രദർ ഇൻ ലോ കൂടിയാണ്. ജിയുടെ ബ്രദർ ഇൻ ലോ കൂടിയാണ് അല്ലെ. ജിയുടെ ബ്രദർ ഇൻ ലോ കൂടിയാണ്. മനസ്സിലായോ? ജിയുടെ ബ്രദർ ഇൻ ലോ കൂടിയാണ് ആര്? സെഡ് എന്ന് പറയുന്നത് അല്ലെ. നോക്കൂ, സെഡ് ദ സൺ ഇൻ ലോ ഓഫ് കെ ഈസ് ദ ബ്രദർ ഇൻ ലോ ഓഫ് ജി അല്ലെ. ജിയുടെ ബ്രദർ ഇൻ ലോ കൂടിയാണ് അല്ലെ. അതായത് ഭാര്യയുടെ സഹോദരനാണ് ആര്? ജി എന്ന് പറയുന്ന ആൾ അല്ലെ. ജി എന്ന് പറയുന്ന ആൾ. ഓക്കെ, നോക്കൂ, ജി ഹു ഈസ് ദ ബ്രദർ ഓഫ് ഇ അല്ലെ. ഈ ജി ആരാണ്? ഇയുടെ ബ്രദർ ആണ്. ഇയുടെ ബ്രദർ ആണ്. ഓക്കെ, ഇയുടെ ബ്രദർ ആണ്. ഇനി എന്താ പറഞ്ഞത്? നോക്കിയേ, ഇയുടെ ബ്രദർ ആണെന്ന് തന്നിട്ടുണ്ട്. ഇനി അടുത്ത സെന്റൻസും കൂടി ഒന്ന് വായിച്ചു നോക്കൂ. ഇ ഈസ് ദ ഡോട്ടർ ഓഫ് കെ അല്ലെ. ഇ ഈസ് ദ ഡോട്ടർ ഓഫ് കെ. ഓക്കെ, ഇ ഈസ് ദ ഡോട്ടർ ഓഫ് കെ. ഒരു പക്ഷേ ഒരു സഹോദരി വേറെ ഉണ്ടാകാം അല്ലെ. നമുക്ക് അറിയില്ല. ഈ ഈസ് ദ ഡോട്ടർ ഓഫ് കെ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു പക്ഷേ ഈ ആയിരിക്കാം. ഇനി നോക്കൂ, ഇനി ഓൺലി ഡോട്ടർ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഈ സെഡിന് കല്യാണം കഴിച്ച ഈ ആൾ ആകാനും ചാൻസ് ഉണ്ട് അല്ലെ. ഇത്രയാണ് നമുക്ക് ഒരു പോസിബിലിറ്റിയാണ്. ഇത് ഒന്നെങ്കിൽ സെഡിന്റെ ഭാര്യയാകാം, അല്ലെങ്കിൽ കെയുടെ ഒരു മകളായി മാറാം, വേറെ മകളായിരിക്കാം. ഓക്കെ, ഇനി നോക്കൂ എന്താ ചോദ്യം. ഹൗ ഈസ് ജി റിലേറ്റഡ് ടു കെ? ജി ആരാണ് കെയുടെ എന്നാണ് ചോദ്യം അല്ലെ. നമുക്കിവിടെ എന്താ അറിയേണ്ടത്? ജി കെയുടെ ആരാണ് എന്ന് മാത്രം അറിഞ്ഞാൽ മതി. ജി കെയുടെ ആരാണെന്ന് മാത്രം അറിഞ്ഞാൽ മതി. ആരാണ്? സണ്ണാണ് അല്ലെ. സണ്ണാണ്. ഓപ്ഷൻ ബി ആണ് ഇവിടെ ഉത്തരം വരുന്നത്. ശ്രദ്ധിക്കുക, നോക്കിയേ. സെഡ് ദ സൺ ഇൻ ലോ ഓഫ് കെ. സെഡ് സൺ ഇൻ ലോ ആണ് അല്ലെ. അതുകൊണ്ട് സെഡ് എന്താണ്? ഒരു പുരുഷനാണ്. അപ്പൊ സെഡിന്റെ ഭാര്യയുടെ അച്ഛനോ അമ്മയോ ആണ് ആര്? കെ എന്ന് പറയുന്നത്. ഈസ് ദ ബ്രദർ ഇൻ ലോ ഓഫ് ജി. ജിയുടെ എന്താണ്? ബ്രദർ ഇൻ ലോ കൂടിയാണ് എന്ന് പറഞ്ഞാൽ സെഡിന്റെ ഭാര്യയുടെ സഹോദരനാണ് ആര്? ജി എന്ന് പറയുന്നത്. ഓക്കെ, ജി ഹു ഈസ് ദ ബ്രദർ ഓഫ് ഇ. ജി എന്താണ്? ഇയുടെ സഹോദരനാണ്. ഈ ഒരു പക്ഷേ ഇനി ഈ ആരാണെന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് അല്ലെ. നോക്കിയേ, ഇ ഈസ് ദ ഡോട്ടർ ഓഫ് കെ. ഒരു പക്ഷേ ഈ സെഡ് കല്യാണം കഴിച്ച ആളായിരിക്കാം ഈ, അല്ലെങ്കിൽ മറ്റൊരു മകളായിരിക്കാം. പക്ഷേ നമുക്കത് പറഞ്ഞിട്ടില്ല, കൃത്യമായിട്ട് അറിയില്ല. ഓൺലി ഡോട്ടർ എന്ന് പറഞ്ഞാൽ നമുക്ക് നേരിട്ട് ഇത് എഴുതാമായിരുന്നു അല്ലെ. ഇവിടെ ഏത് ഡോട്ടർ എന്ന് പറയാത്തത് കൊണ്ട് നമ്മൾ രണ്ട് പോസിബിലിറ്റി ഇങ്ങനെ എഴുതി വെച്ചു. ഓക്കെ, രണ്ട് പോസിബിലിറ്റി എഴുതി വെച്ചു. ഇനി എന്താ ചോദ്യം? ചോദ്യം നോക്കിയേ. ഹൗ ഈസ് ജി റിലേറ്റഡ് ടു കെ? ജി എങ്ങനെയാണ് കെയുമായി റിലേറ്റ് ചെയ്തിരിക്കുന്നത്? എന്താണ്? കെയുടെ മകനാണ് ആര്? ജി എന്ന് പറയുന്നത്. ഓപ്ഷൻ ബി സൺ വരും. ഓക്കെ, കിട്ടിയോ? മനസ്സിലായോ? മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, കിട്ടുന്നുണ്ടല്ലോ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അടുത്തൊരു ചോദ്യം നോക്കൂ. അടുത്തൊരു ചോദ്യം. ഒ എം പി ക്യു എസ് ആൻഡ് ടി ആർ 6 മെമ്പേഴ്സ് ഇൻ എ ഫാമിലി അല്ലെ. എന്താണ്? ഒയും എമ്മും പിയും ക്യൂവും എസും ടിയും എന്താണ്? ഒരു ഫാമിലിയിലെ 6 മെമ്പേഴ്സ് ആണ്. പി ഈസ് നോട്ട് മദർ ഓഫ് എം ബട്ട് എം ഈസ് ദ സൺ ഓഫ് പി എന്നാണ് പറയുന്നത്. പിന്നെ എന്താണ്? ഒ ആൻഡ് പി ആർ എ മാരിഡ് കപ്പിൾ. ഓക്കെ,
പിന്നെയോ എസ് ഈസ് ദ ബ്രദർ ഓഫ് പി, ടി ഈസ് ദ ബ്രദർ ഓഫ് എം, ക്യൂ ഈസ് ദ ഡോട്ടർ ഓഫ് ഒ എന്നാണ് പറയുന്നത്. ഹൗ മെനി ചിൽഡ്രൻ ഡു ഒ ആൻഡ് പി ഹാവ് എന്നാണ് ചോദ്യം. നമുക്ക് നോക്കാം എന്താണ് ഒയും എമ്മും പിയും ക്യൂവും എസും ടിയും ആണ് എന്താണ് ഒരു ഫാമിലിയിലെ 6 മെമ്പേഴ്സ്. ഓക്കെ, പി ഈസ് നോട്ട് ദ മദർ ഓഫ് എം ബട്ട് എം ഈസ് ദ സൺ ഓഫ് പി അല്ലെ. എന്താ പറയുന്നത്? പി എന്ന് പറയുന്നത് എമ്മിന്റെ എന്താണ് മദർ അല്ല, പക്ഷെ എം എന്ന് പറയുന്നത് എന്താണ് പിയുടെ മകനാണ്. അപ്പൊ പി ആരാണ്? പി ആരാണ്? ഒന്ന് ചിന്തിച്ച് നോക്കിയേ. പി ഈസ് നോട്ട് ദ മദർ ഓഫ് എം ബട്ട് എം ഈസ് ദ സൺ ഓഫ് പി. അപ്പൊ ആരാണ്? പി എന്ന് പറയുന്നത് ഫാദർ ആണ് അല്ലെ. നിങ്ങൾ നോക്കിയേ പി എന്ന് പറയുന്നത് ഫാദർ ആണ്, എം എന്ന് പറയുന്നത് സണ്ണാണ്. സണ്ണാണ്. ഓക്കെ, എം എന്ന് പറയുന്നത് സണ്ണാണ്. ഒന്നും കൂടി ഒന്ന് വായിച്ചു നോക്കുക ഒരു ക്വസ്റ്റ്യൻ. പി ഈസ് നോട്ട് ദ മദർ ഓഫ് എം ബട്ട് എം ഈസ് ദ സൺ ഓഫ് പി അല്ലെ. അപ്പൊ ആരാണ്? പി ആരാണ്? അച്ഛനാണ്. എമ്മിന്റെ അച്ഛനാണ് ആര്? പി എന്ന് പറയുന്നത്. ഒ ആൻഡ് പി ആർ മാരീഡ് കപ്പിൾ. ഓയും പിയും എന്താണ്? മാരീഡ് കപ്പിളാണ്. ഓയും പിയും മാരീഡ് കപ്പിളാണ്. ഓക്കെ, അതുകൊണ്ട് നമ്മൾ ഡബിൾ ഹെഡഡ് ആരോയിൽ സൂചിപ്പിച്ചു. ഓക്കെ, ഇനി നോക്കിയേ. എസ് ഈസ് ദ ബ്രദർ ഓഫ് പി. എസ് ആരാണ്? പിയുടെ ബ്രദർ ആണ്. എസ് എന്ന് പറയുന്നത് പിയുടെ ബ്രദർ ആണ്. അതുകൊണ്ട് തൊട്ടടുത്ത് പിയുടെ തൊട്ടടുത്ത് നമ്മൾ ഒരു ചതുരത്തില് എസിനെയും കൂടി സൂചിപ്പിച്ചു. ഇനി നോക്കൂ. ടി ഈസ് ദ ബ്രദർ ഓഫ് എം. ടി ആരാണ്? എമ്മിന്റെ ബ്രദർ ആണ്. ടി ആരാണ്? എമ്മിന്റെ ബ്രദർ ആണ്. ടി ആരാണ്? എമ്മിന്റെ ബ്രദർ ആണ്. ഓക്കെ, കിട്ടിയല്ലോ. ടി ഈസ് ദ ബ്രദർ ഓഫ് എം. ക്യൂ ഈസ് ദ ഡോട്ടർ ഓഫ് ഒ. ക്യൂ ആരാണ്? ഒയുടെ ഡോട്ടർ ആണ്. ക്യൂ എന്ന് പറയുന്നത് ഒയുടെ ഡോട്ടർ ആണ്. ഒയുടെ ഡോട്ടർ ആണ്. അതുകൊണ്ട് നമ്മൾ ഇതാ തൊട്ടടുത്ത് ഇവരുടെയൊക്കെ സഹോദരി ആയിരിക്കുമല്ലോ, അതുകൊണ്ട് ക്യൂ എമ്മിന്റെയും ടിന്റെയും തൊട്ടടുത്തായിട്ട് ക്യൂ നമ്മൾ ഒരു സർക്കിളിലും കൂടി റെപ്രസെന്റ് ചെയ്യുന്നു. ഓക്കെ, ഇനി എന്താ ചോദ്യം? ഹൗ മെനി ചിൽഡ്രൻ ഡു ഒ ആൻഡ് പി ഹാവ്. ഒക്കും പിക്കും കൂടി എത്ര കുട്ടികൾ ഉണ്ട് എന്നാണ് ചോദ്യം അല്ലെ. എം ഉണ്ട്, ടി ഉണ്ട്, ക്യൂ ഉണ്ട്. അപ്പൊ എത്ര പേരുണ്ട്? ഓപ്ഷൻ സി 3 പേരാണ് ഇവർക്ക് മക്കളായിട്ടുള്ളത്. ഒയ്ക്കും പിക്കും 3 മക്കളാണുള്ളത്. എമ്മും ടിയും ക്യൂവും. കിട്ടിയോ? മനസ്സിലായോ? ഓപ്ഷൻ സി കിട്ടുന്നുണ്ടോ? ഓക്കെ, കിട്ടിയല്ലോ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അടുത്തൊരു ചോദ്യം നോക്കിയേ. ഇൻ എ ജോയിന്റ് ഫാമിലി there are father, mother and 3 married sons. Okay, and 1 unmarried daughter. Of the sons, 2 married son have 2 daughters each and 1 has a son. അല്ലെ. ഹൗ മെനി ഫീമെയിൽ മെമ്പേഴ്സ് ആർ ദർ ഇൻ ദ ഫാമിലി എന്നാണ് ചോദ്യം അല്ലെ. നമുക്കിത് വേണമെങ്കിൽ വരച്ച് നോക്കിയിട്ട് ചെയ്യാം. ഇനി അല്ല, നേരിട്ട് പിന്നെ എന്താണ് കൗണ്ട് ചെയ്ത് പോയിട്ട് വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഓക്കെ, അങ്ങനെ 2 രീതിയിൽ നമുക്ക് ചെയ്യാം. പക്ഷെ നമുക്ക് ഇവിടെ കുറച്ചും കൂടി വ്യക്തതയ്ക്ക് വേണ്ടിയിട്ട് എന്താക്കാം, ഒന്ന് വരച്ച് നോക്കിയിട്ട് ചെയ്യാം അല്ലെ. നോക്കിയേ, ഒരു ജോയിന്റ് ഫാമിലിയാണ്. അവിടെ ഫാദർ ഉണ്ട്. ഓക്കെ, ഫാദർ ഉണ്ട്, പിന്നെ മദർ ഉണ്ട് അല്ലെ. ഫാദറും ഉണ്ട്, മദറും ഉണ്ട്. അവര് മാരീഡ് കപ്പിൾ ആയതുകൊണ്ട് നമ്മൾ ഡബിൾ ഹെഡഡ് ആരോയിൽ സൂചിപ്പിക്കുന്നു. 3 മാരീഡ് സൺസ് ആൻഡ് 1 അൺമാരീഡ് ഡോട്ടർ അല്ലെ. ഈ അച്ഛനും അമ്മയ്ക്കും 3 മാരീഡ് സൺസും പിന്നെ എന്താണ് ഒരു അൺമാരീഡ് ആയിട്ടുള്ള ഡോട്ടറും ഉണ്ട് അല്ലെ. 3 മാരീഡ് സൺസിനെ നമ്മൾ ഇങ്ങനെ സൂചിപ്പിക്കുകയാണ്. ഓക്കെ, നോക്കിയേ, ജനറേഷൻ ഗ്യാപ്പ് കൊടുത്തു. ഇതാണ് ഒരു മകൻ, അദ്ദേഹത്തിന്റെ ഭാര്യ തൊട്ടിപ്പുറത്ത്. ഓക്കെ, ഒരു മകനും അദ്ദേഹത്തിന്റെ ഭാര്യ ഇവിടെ കൊടുത്തു. ഇനി എന്താണ്? അടുത്ത മകൻ അല്ലെ. നോക്കിയേ, ആ മകനെ സൂചിപ്പിച്ചു. തൊട്ടടുത്ത് എന്താണ്? അദ്ദേഹത്തിന്റെ ഭാര്യയും കൂടി നമ്മൾ സൂചിപ്പിച്ചു. എന്താണ്? 3 മാരീഡ് സൺസ് എന്നാണ് പറഞ്ഞത് അല്ലെ. 3 ആൺമക്കളുണ്ട്, കല്യാണം കഴിഞ്ഞ 3 ആൺമക്കളുണ്ട്. ഓക്കെ, അപ്പൊ 3 പേരെയും നമ്മൾ സൂചിപ്പിച്ചു. ഇനി എന്താണ്? ഒരു അൺമാരീഡ് ഡോട്ടറും കൂടി ഉണ്ട് അല്ലെ. ഒരു അൺമാരീഡ് ഡോട്ടർ കൂടിയുണ്ട്. അദ്ദേഹത്തെ ആ ഒരു പിന്നെ സഹോദരിയെ ഇവിടെയും കൂടിയിട്ട് സൂചിപ്പിച്ചു. ഇനി എന്താ പറയുന്നത്? ഓഫ് ദ സൺസ് 2 മാരീഡ് സൺ ഹാവ് എന്താണ് 2 ഡോട്ടേഴ്സ് ഈച്ച് അല്ലെ. കല്യാണം കഴിഞ്ഞ 2 ആൺമക്കൾക്ക് എന്താണ് 2 മക്കൾ വീതം, 2 പെൺകുട്ടികൾ വീതം ഉണ്ട്. കല്യാണം കഴിഞ്ഞ 2 പേർക്ക് എന്താണ് 2 പെൺകുട്ടികൾ വീതം ഉണ്ട്. പിന്നെ എന്താ പറഞ്ഞത്? ആൻഡ് 1 ഹാസ് എ സൺ അല്ലെ. മറ്റേ ആൾക്ക് അല്ലെ, കല്യാണം കഴിഞ്ഞ മറ്റൊരു മകൻ കൂടി ഉണ്ടല്ലോ, അദ്ദേഹത്തിന് ഒരു മകനും കൂടി ഉണ്ട് അല്ലെ. ഇനി എന്താ ചോദ്യം? ഹൗ മെനി ഫീമെയിൽ മെമ്പേഴ്സ് ആർ ദർ ഇൻ ദ ഫാമിലി എന്നാണ് ചോദ്യം അല്ലെ. എന്ത് ചെയ്താൽ മതി? പിന്നെ നമ്മുടെ ഈ ഒരു ഡയഗ്രത്തിൽ എത്ര സർക്കിൾസ് വന്നു എന്ന് മാത്രം നിങ്ങൾ നോക്കിയാൽ മതി അല്ലെ. അപ്പൊ എന്താണ്? എത്ര ഫീമെയിൽ മെമ്പേഴ്സ് ഉണ്ടെന്ന് കിട്ടും. നമ്മൾ ഫീമെയിൽസിനെ അല്ലെ സർക്കിൾ കൊണ്ട് റെപ്രസെന്റ് ചെയ്യുന്നത്. അതുകൊണ്ട് എത്ര സർക്കിൾസ് വന്നു എന്ന് മാത്രം നോക്കിയാൽ മതി അല്ലെ. എന്താണ്? 1 2 3 4 5 6 7 8 9. ഓപ്ഷൻ ഡി 9 സ്ത്രീകളാണ് ഈ ഒരു കുടുംബത്തിൽ, ഈ ഒരു ജോയിന്റ് ഫാമിലിയിൽ ഉള്ളത് അല്ലെ. ഇനി അല്ലാതെ നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ നോക്കിയേ എങ്ങനെയാണ്? ഇൻ എ ജോയിന്റ് ഫാമിലി there are ഫാദർ, മദർ, ഒരാൾ വന്നു അല്ലെ, മദർ വന്നു. പിന്നെ എന്താണ്? 3 മാരീഡ് സൺസ്. 3 മാരീഡ് സൺസിന് 3 ഭാര്യമാരുണ്ടല്ലോ. അപ്പൊ അവരുടെ 3 പേരും കൂടി ആയി. ഓക്കെ, അപ്പൊ 4 ആയി. പിന്നെ
അൺമാരീഡ് ആയിട്ടുള്ള ഒരു ഡോട്ടറും കൂടി ഉണ്ട്. അപ്പൊ എന്തായി 5 പേരായി. ഓക്കെ, 5 പേരായല്ലോ. ഓഫ് ദ സൺസ് 2 മാരീഡ് സൺ ഹാവ് എന്താണ് 2 ഡോട്ടേഴ്സ് ഈച്ച് അല്ലെ, 2 ആൺമക്കൾക്ക് 2 വീതം പെൺകുട്ടികൾ ഉണ്ട്. അപ്പൊ എത്രയായി 4 പേരും കൂടി വന്നു അല്ലെ. അപ്പൊ എന്തായി 5 4 9 അങ്ങനെ 9 ഫീമെയിൽസ് ആണ് ആ ഒരു ജോയിന്റ് ഫാമിലിയിൽ ഉള്ളത്. മനസ്സിലായോ? പറഞ്ഞ കാര്യം മനസ്സിലായോ? ഓക്കെ, വ്യക്തമാണല്ലോ. ഓക്കെ, അങ്ങനെ നമുക്ക് ഒന്നുകിൽ ഇങ്ങനെ വരച്ച് വേണമെങ്കിൽ ചെയ്ത് നോക്കാം, അല്ലെങ്കിൽ ഇങ്ങനെ കൗണ്ട് ചെയ്ത് പോയാലും മതി. ഓക്കെ, ഇത് മുൻപ് SSCക്ക് ചോദിച്ചൊരു ചോദ്യമാണ്. ഓക്കെ, ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മളെ RRBക്കും IBക്കും പിന്നെ SSC ക്വസ്റ്റ്യൻസിനും പിന്നെ എന്താണ് EPFO അങ്ങനെയുള്ള പല എല്ലാ എക്സാംസിനും ഒക്കെ ഇങ്ങനത്തെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുക. ഈവൻ PSC പോലും ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഇപ്പോൾ എന്താണ് എടുക്കുന്നുണ്ട്. ഓക്കെ, മനസ്സിലായല്ലോ. ഓക്കെ ഓക്കെ അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇത്രയും നേരം പഠിച്ചത് പസിൽ ടൈപ്പ് ആയിരുന്നു. ബ്ലഡ് റിലേഷനുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന പസിൽ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ എന്താണ് ഇപ്പോൾ വർക്ക്ഔട്ട് ചെയ്തത്. എങ്ങനെ ചെയ്യണം എന്നൊക്കെ നമ്മൾ പഠിച്ചു അല്ലേ. സിമ്പിൾസ് ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ഇത്തരം ക്വസ്റ്റ്യൻസ് വളരെ എളുപ്പത്തിൽ വർക്ക്ഔട്ട് ചെയ്യുന്നത് അല്ലെ. ഒരു സംശയത്തിനും ഇടവെക്കാതെ കറക്റ്റ് സിമ്പിൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ആ കുടുംബം എങ്ങനെയാണ്, അതിന്റെ ആ ഒരു എന്താണ് ആ ഒരു പാറ്റേൺ എങ്ങനെയാണെന്നൊക്കെ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും അല്ലെ. അപ്പൊ അങ്ങനെയാണ് നമ്മൾ പഠിച്ചത് അല്ലെ. അപ്പൊ ഇത്തരത്തിൽ പസിൽ ക്വസ്റ്റ്യൻ വരുമ്പോൾ നിങ്ങൾ ഇങ്ങനത്തെ സിമ്പിൾസ് ഉപയോഗിച്ചുകൊണ്ട് പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി എളുപ്പത്തിൽ കിട്ടും. ഓക്കെ, അപ്പൊ സിമ്പിൾ മറന്നു പോകേണ്ട എന്തൊക്കെയാണ്? പുരുഷനെ നമ്മൾ റെക്ടാങ്കിൾ കൊണ്ട് ഒരു ചതുരം കൊണ്ട് സൂചിപ്പിക്കുന്നു, ഒരു സ്ത്രീയെ ആണെങ്കിൽ നമ്മൾ വൃത്തം കൊണ്ട് സൂചിപ്പിക്കുന്നു, പിന്നെയോ ഒരു മാരീഡ് കപ്പിൾ ആണെങ്കിൽ നമ്മൾ ഡബിൾ ഹെഡഡ് ആരോ കൊണ്ട് സൂചിപ്പിക്കുന്നു. ഇനി തൊട്ടടുത്ത ജനറേഷനെയാണ് കാണിക്കുന്നതെങ്കിൽ നമ്മൾ ഒരു ലൈൻ കൊണ്ട് സൂചിപ്പിക്കുന്നു. ഇനി സഹോദരങ്ങളാണെങ്കിൽ അവരെ ചേർത്ത് എഴുതുന്നു അല്ലെ, ചേർത്ത് വരയ്ക്കുന്നു, പിന്നെ കണക്ഷൻ ഒന്നും അടുത്ത് കൊടുക്കുന്നില്ല. ഓക്കെ, മനസ്സിലായല്ലോ. സെറ്റ് ആണല്ലോ. ഓക്കെ, അപ്പൊ സിമ്പിൾസ് പഠിച്ചു, എങ്ങനെ റെപ്രസെന്റ് ചെയ്യാമെന്ന് പഠിച്ചു, നമ്മുടെ ക്വസ്റ്റ്യൻസ് അനുസരിച്ച് എങ്ങനെ ഉത്തരം കണ്ടെത്തണമെന്നും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഓക്കെ, സെറ്റ് ആണല്ലോ. അങ്ങനെ ഇതോടുകൂടി നമ്മൾ പസിൽ ടൈപ്പ് ഇവിടെ തീർക്കുകയാണ്. ഇനി നമ്മൾ അടുത്ത ടൈപ്പ് ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. സാധാരണ ബ്ലഡ് റിലേഷൻ ചോദിക്കുന്ന അടുത്തൊരു ടൈപ്പാണ് കോഡഡ് റിലേഷൻ. ഓക്കെ, കോഡഡ് റിലേഷനെ പറ്റിയാണ് നമ്മൾ ഇനി പഠിക്കുന്നത്. ഓക്കെ, എന്താണ് കോഡഡ് റിലേഷൻ? നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ മനസ്സിലാവും അല്ലേ. എന്താണ്? ഒരു കോഡ് ഉപയോഗിച്ചുകൊണ്ട് ബന്ധങ്ങളെ സൂചിപ്പിക്കുന്നു. നിങ്ങൾ നോക്കിയേ, ഇവിടെ എന്തൊക്കെയാണ് കോഡ്? ഇൻറ്റു ഉണ്ട് അല്ലെ, മൾട്ടിപ്ലിക്കേഷൻ സൈൻ ഉണ്ട്, അഡിഷൻ സൈൻ ഉണ്ട്, സബ്ട്രാക്ഷൻ ഉണ്ട്, ഡിവിഷൻ ഉണ്ട് അല്ലെ. ഇങ്ങനെയുള്ള കോഡുകൾ ഉപയോഗിച്ചുകൊണ്ട് എന്താണ് ഒരു കുടുംബത്തിനെ സൂചിപ്പിക്കുന്നു. അത് പ്രകാരം നമുക്ക് നമ്മളോട് ചോദിച്ചിരിക്കുന്ന ബന്ധം എന്താണെന്ന് നമ്മൾ കണ്ടെത്തുന്നു. അതാണ് നമ്മളിവിടെ ചെയ്യുന്നത്. ഓക്കെ, റെഡി ആണല്ലോ. ഓക്കെ, നോക്കിയേ, A into B means A is the father of B എന്നാണ്. ഓക്കെ, A into B എന്ന് പറഞ്ഞാൽ എന്താണ്? A is the father of B. ഓക്കെ, A plus B എന്ന് പറഞ്ഞാലോ A is the daughter of B. ഓക്കെ, A minus B എന്താണ്? A is the brother of B. A divided by B എന്ന് പറഞ്ഞാൽ എന്താണ്? A is the mother of B എന്നാണ് സൂചിപ്പിക്കുന്നത് അല്ലെ. നോക്കൂ, ഇവിടെ നമുക്ക് കോഡുകൾ തന്നിട്ടുണ്ട്. ഈ കോഡുകൾ എന്തൊക്കെയാണ് അർത്ഥമാക്കുന്നതെന്നും ഇവിടെ തന്നിട്ടുണ്ട്. അത് പ്രകാരം ഈ തന്നിരിക്കുന്ന കോഡിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? അതിനെ നമ്മൾ വരച്ചെടുക്കുന്നു. ആ ഒരു ബന്ധത്തെ നമ്മൾ വരച്ചെടുക്കുന്നു. അങ്ങനെ നമുക്ക് ഹൗ ഈസ് ആർ റിലേറ്റഡ് ടു പി എന്ന് നമുക്ക് കണ്ടെത്താൻ സാധിക്കും. അതെങ്ങനെയാണെന്നാണ് നമ്മൾ ഇവിടെ ചെക്ക് ചെയ്യുന്നത്. ഓക്കെ, നോക്കാം. ആദ്യം എന്താ പറഞ്ഞത്? പി ഇൻറ്റു ടി അല്ലെ. എ ഇൻറ്റു ബി എന്തായിരുന്നു? എ ഇൻറ്റു ബി എന്താണ്? എ ഈസ് ദ ഫാദർ ഓഫ് ബി എന്നാണ് പറഞ്ഞത് അല്ലെ. അങ്ങനെയാണെങ്കിൽ പി ഇൻറ്റു ടി എന്ന് പറഞ്ഞ എന്താണ്? പി ഈസ് ദ ഫാദർ ഓഫ് ടി ആണ് അല്ലെ. പി എന്താണ്? ടിയുടെ ഫാദർ ആണ് പി എന്ന് പറയുന്നത്. ഓക്കെ, ഫാദർ ആണ്. നോക്കൂ, ടി ഡിവൈഡ് ബൈ ക്യൂ അല്ലെ. എ ബൈ ബി എന്താണ്? എ ഡിവൈഡ് ബൈ ബി എന്താണ്? എ ഈസ് ദ മദർ ഓഫ് ബി അല്ലെ. അങ്ങനെയാണ് ഇവിടെ എന്ത് വരും? ടി ഈസ് ദ മദർ ഓഫ് ക്യൂ. 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 ഓക്കെ, ഇനി നോക്കൂ, എ പ്ലസ് ബി എന്താണ്? എ ഈസ് ദ ഡോട്ടർ ഓഫ് ബി. അങ്ങനെയാണെങ്കിൽ ക്യൂ പ്ലസ് ആർ എന്താണ്? Q is the daughter of R. Q is the daughter of R എന്നാണ് വരിക. Q is the daughter of R അല്ലെ. ഇവിടെ നോക്കൂ, T എന്ന് പറയുന്നത് സ്ത്രീയാണ്. അങ്ങനെയാണെങ്കിൽ R എന്ന് പറയുന്നത് എന്തായിരിക്കും വരിക? പുരുഷനാണ് അല്ലെ. ക്യൂവിന്റെ അച്ഛനായിട്ട് വരും. അതുകൊണ്ട് എന്താണ് നമ്മളിവിടെ ഡബിൾ ഹെഡഡ് ആരോയിൽ സൂചിപ്പിക്കുന്നു. ആറും ടിയും മാരീഡ് കപ്പിൾ ആണ്. മനസ്സിലായോ? ഓക്കെ, അപ്പൊ നമ്മുടെ ഈ ഒരു റിലേഷനെ സൂചിപ്പിക്കുന്ന ആ ഒരു ഡയഗ്രാം ആണ് ഇവിടെ കൊടുത്തത്. ഇനി എന്താണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്? ഹൗ ഈസ് ആർ റിലേറ്റഡ് ടു പി? ആർ എങ്ങനെയാണ് പിയുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്നത് എന്നാണ് ചോദ്യം അല്ലെ. പിയുടെ മകളുടെ ഭർത്താവാണ്, അതായത് പിയുടെ മരുമകനാണ്. സൺ ഇൻ ലോ ആണ് ആര്? ആർ എന്ന് പറയുന്നത്. ആർ ഈസ് ദ സൺ ഇൻ ലോ ഓഫ് പി. ഓക്കെ, മനസ്സിലായോ?
മനസ്സിലായോ? ചെയ്തത് മനസ്സിലായോ? ഓക്കെ, അപ്പോൾ നമ്മൾ കോഡഡ് റിലേഷനിലെ ആദ്യത്തെ ചോദ്യമാണ് എന്താണ്? ഓരോ ബന്ധങ്ങളെയും ഒരു കോഡ് ഉപയോഗിച്ചുകൊണ്ട് ഇവിടെ സൂചിപ്പിക്കുന്നു അല്ലെ. ആ കോഡുകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് ആദ്യം തന്നിട്ടുണ്ട്. ഓക്കെ, അത് പ്രകാരം നമുക്ക് തന്നിരിക്കുന്ന കോഡിനെ നമ്മൾ ഡയഗ്രാം ആക്കി വരച്ചെടുക്കുന്നു. അങ്ങനെ വരച്ചെടുത്തതിന് ശേഷം നമ്മുടെ ചോദ്യത്തിനുള്ള ഉത്തരം നമ്മൾ കണ്ടെത്തുന്നു. ഹൗ ഈസ് ആർ റിലേറ്റഡ് ടു പി? ആർ എന്താണ്? പിയുടെ മകളുടെ ഭർത്താവാണ്, അതായത് സൺ ഇൻ ലോയാണ്. ഓക്കെ, സൺ ഇൻ ലോയാണ്. മനസ്സിലായോ? ഓപ്ഷൻ സി ആണ് ഇവിടുത്തെ ശരിയുത്തരം. കിട്ടിയോ? കിട്ടുന്നുണ്ടോ എല്ലാവർക്കും? കിട്ടുന്നില്ലേ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ ഒരു കാര്യം മനസ്സിലായിട്ടുണ്ടെങ്കിൽ, കോഡ് റിലേഷൻ കണ്ടുപിടിക്കുന്നത് മനസ്സിലായിട്ടുണ്ടെങ്കിൽ വേഗം ഈ ഒരു ക്വസ്റ്റ്യൻ വേഗം ചെയ്തേ. വേഗം ചെയ്യൂ, എളുപ്പമുള്ള ചോദ്യമാണെന്ന് വേഗം ചെയ്തേ. A minus B means A is the father of B. Okay, A plus B means A is the daughter of B. A divided by B means എന്താണ്? A is the son of B. A into B means A is the wife of B. ഒന്ന് വേഗം ചെയ്തേ എല്ലാവരും, വേഗം ചെയ്യൂ. കിട്ടുന്നുണ്ടോ? ഒന്ന് ചെയ്തു നോക്കിയേ വേഗം. നോക്കാം. ഓക്കെ, എളുപ്പമല്ലേ? എന്താണ് പി പ്ലസ് എസ് എന്താണ് നമ്മൾ ആദ്യം കണ്ടുപിടിക്കേണ്ടത് അല്ലെ. പി പ്ലസ് എസ് എങ്ങനെ വരയ്ക്കും? നമ്മളോട് പറഞ്ഞിട്ടുണ്ട് എന്താണ്? എ പ്ലസ് ബി എന്ന് പറഞ്ഞാൽ എ ഈസ് ദ ഡോട്ടർ ഓഫ് ബി എന്നാണ് അല്ലെ. പി പ്ലസ് എസ് എന്ന് പറഞ്ഞാൽ എന്താണ്? പി ഈസ് ദ ഡോട്ടർ ഓഫ് എസ്. പി ഈസ് ദ ഡോട്ടർ ഓഫ് എസ്. പി ഈസ് ദ ഡോട്ടർ ഓഫ് എസ് അല്ലെ. എസ് മൈനസ് ടി, എ മൈനസ് ബി എന്താണ്? എ ഈസ് ദ ഫാദർ ഓഫ് ബി. എ ഈസ് ദ ഫാദർ ഓഫ് ബി. അങ്ങനെയാണെങ്കിൽ ഇവിടെ എസ് എന്ന് പറയുന്നത് ഫാദർ ഓഫ് എന്താണ് ടി ആണ് അല്ലെ. ടിയുടെ ഫാദർ ആണ് എസ് എന്ന് നമുക്ക് ഇവിടെ കിട്ടും. ഓക്കെ, മനസ്സിലായോ? ഒന്നും കൂടി ശ്രദ്ധിച്ചേ. എന്താണ് പി പ്ലസ് എസ് എന്താണ്? എ പ്ലസ് ബി എന്ന് പറഞ്ഞാൽ എ ഈസ് ദ ഡോട്ടർ ഓഫ് ബി അല്ലെ. എ ഈസ് ദ ഡോട്ടർ ഓഫ് ബി. ഇവിടെ എന്ന് വരും? പി ഈസ് ദ ഡോട്ടർ ഓഫ് എസ് എന്ന് വരും. ഓക്കെ, ഇനി നോക്കൂ, എസ് മൈനസ് ടി എന്താണ്? എ മൈനസ് ബി എന്ന് പറഞ്ഞാൽ എന്താണ്? എ ഈസ് ദ ഫാദർ ഓഫ് ബി. എ ഈസ് ദ ഫാദർ ഓഫ് ബി. ഓക്കെ, അപ്പൊ എന്താണ് ഇവിടെ? എന്താണ്? എസ് ഈസ് ദ ഫാദർ ഓഫ് ടി എന്ന് വരും. മനസ്സിലായോ? ഓക്കെ, ഇനി എന്താ ചോദ്യം? ഹൗ ഈസ് പി റിലേറ്റഡ് ടു ടി ഇൻ ദ എക്സ്പ്രഷൻ അല്ലെ. ഹൗ ഈസ് പി റിലേറ്റഡ് ടു ടി? പി ആരാണ്? ടിയുടെ സഹോദരിയാണ്. ഓക്കെ, പി ആരാണ്? ടിയുടെ സഹോദരിയാണ്. ഓപ്ഷൻ എ ആണ് നമ്മുടെ ശരിയുത്തരം. ഓപ്ഷൻ എ എന്താണ്? സഹോദരിയാണ് അല്ലെ. ടിയുടെ സഹോദരിയാണ് ആര്? പി എന്ന് പറയുന്നത്. മനസ്സിലായോ? ഓക്കെ, സെറ്റ് ആണല്ലോ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വേഗം കടക്കാം. നോക്കിയേ, കുറച്ച് കോഡുകൾ തന്നിട്ടുണ്ട് അല്ലെ. എ പ്ലസ് ബി എന്ന് പറയുന്നത് എന്താണ്? എ ഈസ് ദ സിസ്റ്റർ ഓഫ് ബി അല്ലെ. എ മൈനസ് ബി മീൻസ് എ ഈസ് ദ ഡോട്ടർ ഓഫ് ബി. എ ഇൻറ്റു ബി മീൻസ് എ ഈസ് ദ ബ്രദർ ഓഫ് ബി. എ ഡിവൈഡ് ബൈ ബി മീൻസ് എന്താണ്? എ ഈസ് ദ മദർ ഓഫ് ബി എന്നാണ് പറഞ്ഞത് അല്ലെ. ഇഫ് ഡി പ്ലസ് പി പിന്നെ ഡിവൈഡ് ബൈ ഐ ഇൻറ്റു കെ ഡിവൈഡ് ബൈ ടി മൈനസ് ആർ, then how is R related to P എന്നാണ് ചോദ്യം അല്ലെ. എന്താണ് R എങ്ങനെയാണ് പിയിനോട് റിലേറ്റ് ചെയ്തത് എന്നാണ് ചോദ്യം അല്ലെ. നോക്കൂ, ഇവിടെ നമുക്ക് ആറും പിയും തമ്മിലുള്ള ബന്ധമാണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പൊ അവക്കിടയിലെ ബന്ധം മാത്രം നിങ്ങൾ കണ്ടുപിടിച്ചാൽ മതി. ഓക്കെ, ഡീനെ ഒന്നും നിങ്ങൾ മൈൻഡ് ആക്കണ്ട. ഓക്കെ, മനസ്സിലായോ? ഓക്കെ, ഇനി ഇൻ കേസ് എന്തെങ്കിലും സംശയം വരുവാണെങ്കിൽ മാത്രം ഡീനെ പരിഗണിച്ചാൽ മതി. അല്ലാത്ത പക്ഷം എന്താണ്? ആറും പിയും തമ്മിലുള്ള ബന്ധം എന്തെന്ന് മാത്രം കണ്ടുപിടിച്ചാൽ മതി. ഓക്കെ, ആറും പിയും തമ്മിലുള്ള ബന്ധം ഇത്രയും മാത്രം നിങ്ങൾ ചെയ്തു നോക്കിയാൽ മതി. മനസ്സിലായോ? മനസ്സിലായോ? നമുക്ക് ആറും പിയും എന്താണ് ബന്ധം എന്ന് മാത്രം കണ്ടുപിടിച്ചാൽ മതി. നോക്കിയേ, എന്താണ് പി ഡിവൈഡ് ബൈ ഐ എന്താണ്? എ ബൈ ബി അല്ലെ. എ ഡിവൈഡ് ബൈ ബി എന്ന് പറഞ്ഞാൽ എന്താണ്? എ ഈസ് ദ മദർ ഓഫ് ബി എന്നാണ് പറയുന്നത് അല്ലെ. അപ്പോ അത് പ്രകാരം പി ഈസ് ദ മദർ ഓഫ് ഐ എന്നിവിടെ വരും. പി ഈസ് ദ മദർ ഓഫ് ഐ എന്നിവിടെ വരും. ഓക്കെ, കാണാത്ത ബുദ്ധിമുട്ടുണ്ടോ? ഇപ്പുറത്തേക്ക് മാറ്റി വരയ്ക്കാം. നോക്കിയേ, എന്താണ്? പി ഈസ് ദ മദർ ഓഫ് ഐ എന്ന് വരും അല്ലെ. പി ഈസ് ദ മദർ ഓഫ് ഐ. ഓക്കെ, ഇനി എന്താണ്? ഐ ഇൻറ്റു കെ, എ ഇൻറ്റു ബി, എ ഈസ് ദ ബ്രദർ ഓഫ് ബി. ഇവിടെയോ ഐ ഈസ് ദ ബ്രദർ ഓഫ് കെ. ഐ ഈസ് ദ ബ്രദർ ഓഫ് കെ. ഐ ഈസ് ദ ബ്രദർ ഓഫ് കെ. ഓക്കെ, കിട്ടിയോ? ഓക്കെ, കെ ഡിവൈഡ് ബൈ ടി എന്താണ്? എ ബൈ ബി എന്താണ്? എ ഈസ് ദ മദർ ഓഫ് ബി എന്നാണ് അല്ലെ. ഇവിടെ എന്ത് വരും? കെ ഈസ് ദ മദർ ഓഫ് ടി എന്ന് വരും. കെ ഈസ് ദ മദർ ഓഫ് ടി എന്ന് വരും. മനസ്സിലായോ? ഓക്കെ, കെ ഈസ് ദ മദർ ഓഫ് ടി എന്ന് വരുന്നു. ഓക്കെ, ടി മൈനസ് ആർ, എ മൈനസ് ബി എന്താണ്? എ ഈസ് ദ ഡോട്ടർ ഓഫ് ബി. ഇവിടെ എന്താണ്? എ ഈസ് ദ ഡോട്ടർ ഓഫ് ബി. ഇവിടെയോ ടി ഈസ് ദ ഡോട്ടർ ഓഫ് ആർ. ടി ഈസ് ദ ഡോട്ടർ ഓഫ് ആർ. ടി ഈസ് ദ ഡോട്ടർ ഓഫ് ആർ അല്ലെ. കെയുടെ മകളാണ് ഓൾറെഡി. പിന്നെ എന്താണ്? ആറിന്റെയും കൂടി മകൾ ആണെന്ന് പറഞ്ഞു അല്ലെ. അപ്പൊ ആർ എന്താണ്? പുരുഷനാണ്. അതുകൊണ്ട് ഇവർ തമ്മിൽ മാരീഡ് റിലേഷൻ ആണ്. മനസ്സിലായല്ലോ? ഓക്കെ, ഇനി എന്താ ചോദ്യം? ഹൗ ഈസ് ആർ റിലേറ്റഡ് ടു പി? ആറ് പിയുടെ ആരാണ്? ആറ് പിയുടെ ആരാണ്?
മകളുടെ, പിയുടെ മകളുടെ ഭർത്താവാണ് അല്ലെ, മകളുടെ ഭർത്താവാണ്. ഓക്കെ, പിയുടെ മകളുടെ ഭർത്താവാണ് 6. ഓക്കെ, എന്താണ്? ഓക്കെ, ഡോട്ടേഴ്സ് ഹസ്ബൻഡ്. ഓക്കെ, ഡോട്ടേഴ്സ് ഹസ്ബൻഡ് ആണ് ആര്? 6 എന്ന് പറയുന്നത് ഡോട്ടേഴ്സ് ഹസ്ബൻഡ്. ഓപ്ഷൻ എ ആണ്. ഓക്കെ, ഓപ്ഷൻ എ ആണ് നമ്മുടെ ശരി ഉത്തരം. ഓക്കെ, ഡോട്ടേഴ്സ് ഹസ്ബൻഡ് ആണ്. കിട്ടിയല്ലോ, സെറ്റ് ആണല്ലോ. ഓക്കെ, ഡോട്ടേഴ്സ് ഹസ്ബൻഡ് ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അടുത്ത ചോദ്യം വേഗം ചെയ്ത് നോക്കൂ. ആർ പ്ലസ് എസ് മീൻസ് ആർ ഈസ് ദ മദർ ഓഫ് എസ്. ആർ മൈനസ് എസ് മീൻസ് ആർ ഈസ് ദ വൈഫ് ഓഫ് എസ്. ആർ ഇൻറ്റു എസ് മീൻസ് ആർ ഈസ് ദ സൺ ഓഫ് എസ്. ആൻഡ് ആർ ഡിവൈഡ് ബൈ എസ് മീൻസ് ആർ ഈസ് ദ ഫാദർ ഓഫ് എസ്. വിച്ച് ഓഫ് ദ ഫോളോവിംഗ് റെപ്രസെന്റ്സ് കെ ആസ് ദ ഗ്രാൻഡ് സൺ ഓഫ് ടി എന്നാണ് ചോദ്യം അല്ലെ. എന്താണ്, നമുക്ക് ഇവിടെ കുറെ കോഡുകൾ തന്നിട്ടുണ്ട് അല്ലെ. ആർ പ്ലസ് എസ് എന്ന് പറഞ്ഞാൽ ആർ എസിന്റെ അമ്മയാണ്, ആർ മൈനസ് എസ് എന്ന് പറഞ്ഞാൽ ആർ എസിന്റെ ഭാര്യയാണ്. അങ്ങനെ ഒരുപാട് കോഡുകൾ നമുക്ക് തന്നിട്ടുണ്ട് അല്ലെ. എന്നിട്ട് നമ്മൾ ചോദിക്കുകയാണ്, ഇതിൽ ഏത് കോഡ് പ്രകാരം നമുക്ക് തന്നിട്ട് ഓപ്ഷൻസിൽ 4 കോഡുകൾ ഉണ്ട് അല്ലെ. ഈ കോഡുകളിൽ ഏത് പ്രകാരമാണ് കെ എന്ന് പറയുന്നത് ടിയുടെ കൊച്ചുമകൻ അല്ലെ, ഗ്രാൻഡ് സൺ ആകുന്നത് എന്നാണ് നമ്മളോട് ചോദ്യം അല്ലെ. അപ്പൊ നിങ്ങൾ നോക്കിയേ, ഇവിടെ ഈ ഓപ്ഷൻസിൽ 4 എന്താണ് എക്സ്പ്രഷൻസ് തന്നിട്ടുണ്ട് അല്ലെ, 4 എക്സ്പ്രഷൻസ് തന്നിട്ടുണ്ട്. ഓക്കെ, അത് പ്രകാരം ഏതാണ് കെ എന്ന് പറയുന്നത് ടിയുടെ ഗ്രാൻഡ് സൺ ആവുന്നത് എന്നാണ് ചോദ്യം അല്ലെ. അപ്പൊ നമ്മൾ എന്താണ് ഇത് ഓരോന്നും ചെയ്ത് നോക്കേണ്ടി വരും അല്ലെ. ഓരോ എക്സ്പ്രഷനും നമ്മൾ സോൾവ് ചെയ്ത് നോക്കേണ്ടി വരും. പക്ഷെ അതിന് നമുക്ക് എക്സാമിന് സമയമുണ്ടോ? ഇല്ല. എന്താണ്, ഒരുപാട് നേരം എടുക്കും അല്ലെ. ഈ 4 എക്സ്പ്രഷൻ നമ്മൾ ചെയ്തോ അല്ലെ, 4 ക്വസ്റ്റ്യൻ ചെയ്യുന്നതിന് തുല്യമായിട്ടുള്ള സമയം നമുക്ക് വേണ്ടി വരും അല്ലെ. അപ്പൊ നമ്മൾ എന്താക്കണം, സാധ്യതയില്ലാത്ത ഓപ്ഷൻസിനെ എലിമിനേറ്റ് ചെയ്ത് കളയണം അല്ലെ. സാധ്യതയില്ലാത്ത, ഉത്തരമാകാൻ ചാൻസ് ഇല്ലാത്ത ഓപ്ഷൻസിനെ നമ്മൾ എലിമിനേറ്റ് ചെയ്ത് കളയണം അല്ലെ. ഓക്കെ, അപ്പോൾ അതെങ്ങനെയാണ് നമ്മൾ എലിമിനേറ്റ് ചെയ്ത് കളയുന്നത് എന്നാണ് നമ്മൾ പരിശോധിക്കുന്നത് അല്ലെ. നിങ്ങൾ നോക്കിയേ, കെ ആസ് ദ ഗ്രാൻഡ് സൺ ഓഫ് ടി എന്നാണ് ചോദിച്ചത് അല്ലെ. കെ എന്ന് പറയുന്നത് ടിയുടെ ഗ്രാൻഡ് സൺ ആവുന്നത്, ടിയുടെ കൊച്ചു മകനാണ് ആര്? കെ. അങ്ങനെ വരുന്ന എക്സ്പ്രഷൻ ഏതാണെന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് അല്ലെ. നിങ്ങൾ നോക്കിയേ, ഇവിടെ ഒരുപാട് ബന്ധങ്ങൾ പറയുന്നുണ്ട്. ഓക്കെ, ഈ ബന്ധങ്ങളിൽ നിന്ന് തന്നെ നമുക്ക് ഏകദേശം ജെൻഡർ ഒക്കെ നമുക്ക് എന്താക്കാം, ഐഡന്റിഫൈ ചെയ്തെടുക്കാൻ സാധിക്കും. കെ കൊച്ചുമകൻ ആകണമെങ്കിൽ കെ എന്താണ്, ഒരു പുരുഷനാണ് അല്ലെ. കെ കൊച്ചുമകൻ ആണെങ്കിൽ എന്താണ്, കെ എന്ന് പറയുന്ന ഒരു പുരുഷനായിരിക്കണം അല്ലെ. നിങ്ങൾ നോക്കിയേ, ഇവിടെ എന്താണ്, കെയുടെ ചേർന്ന് വന്നിരിക്കുന്ന ആ സിമ്പിൾസ് ഒക്കെ നിങ്ങൾ നോക്കിയേ, കെ പ്ലസ് ഇവിടെ ഉണ്ട്, ഇവിടെ കെ ഇൻറ്റു ആണുള്ളത്. ഇവിടെ നോക്കൂ, ഇവിടെ കെയിന്റെ അടുത്ത് എന്താണ്, വേറെ സിമ്പിൾ ഒന്നുമില്ല. ഇവിടെ നോക്കൂ, കെ പ്ലസ് ആണ് വന്നത് അല്ലെ. നോക്കൂ, അപ്പൊ നമുക്ക് ഇവിടെ രണ്ടിടത്ത് പ്ലസ് വന്നു അല്ലെ, രണ്ടിടത്ത് പ്ലസ് വന്നു. ഈ പ്ലസ് എന്താണ് മീൻ ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം. ആർ പ്ലസ് എസ് മീൻസ് ആർ ഈസ് ദ മദർ ഓഫ് എസ് അല്ലെ. ആർ എന്ന് പറയുന്നത് എന്താണ്, മദർ ആകുന്നു. 6 മദർ ആകണമെങ്കിൽ അല്ലെ, ആർ പ്ലസ് എസ് 6 കഴിഞ്ഞിട്ടാണ് പ്ലസ് വരുന്നത്. 6 മദർ ആകണമെങ്കിൽ 6 എന്താണ്, ഒരു സ്ത്രീ ആയിട്ടാണ് വരുന്നത് അല്ലെ. 6 എന്ന് പറയുന്നത് ഒരു സ്ത്രീ ആയിരിക്കും, സംശയമില്ലല്ലോ. ഓക്കെ, അതുപോലെ തന്നെ കെ പ്ലസ് എന്ന് എഴുതി കഴിഞ്ഞാല് കെ ഉറപ്പായിട്ടും ഒരു സ്ത്രീ ആയിരിക്കും. പക്ഷേ നമുക്ക് ഇവിടെ എന്താണ് വേണ്ടത്, കെ കൊച്ചുമകനാണ് അല്ലെ. കെ എന്ന് പറയുന്നത് സണ്ണാണ് അല്ലെ, പുരുഷനാണ്, ഗ്രാൻഡ് സൺ ആണ്. ഓക്കെ, അപ്പൊ ഇതാണ് പുരുഷനാണ്. അപ്പോ കെ പ്ലസ് എന്ന് വരുന്ന എല്ലാ ഓപ്ഷൻസും നമുക്ക് എലിമിനേറ്റ് ചെയ്ത് കളയാൻ സാധിക്കും അല്ലെ. കെ പ്ലസ് എന്ന് പറയുന്നത് എല്ലാം നമുക്ക് എലിമിനേറ്റ് ചെയ്ത് കളയാൻ സാധിക്കും. കാരണം അവിടെ സ്ത്രീ എന്നാണ് സൂചിപ്പിക്കുന്നത് അല്ലെ. നമുക്ക് കെ എന്താണ്, ഗ്രാൻഡ് സൺ ആയിട്ടാണ് വേണ്ടത്. ഓപ്ഷൻ എ എലിമിനേറ്റ് ചെയ്ത് കളയുന്നു, ഡി കളയുന്നു. ഇനി ബാക്കി ആരാളുള്ളത്, ബിയും സിയും ഉണ്ട് അല്ലെ. അപ്പൊ നമ്മൾ നോക്കിയേ, കെയിന്റെ തൊട്ട് മുൻപ് ഒരു ഹരണചിഹ്നം വന്നിട്ടുണ്ട് അല്ലെ. ഹരണം എന്താ സൂചിപ്പിക്കുന്നത്, ആർ ഡിവൈഡ് ബൈ എസ് എന്ന് പറയുന്നതാണ്. ആർ ഈസ് ദ ഫാദർ ഓഫ് എസ് അല്ലെ. അതായത് ആർ ഇങ്ങനെ പറഞ്ഞ എന്താണ്, ആർ ഈസ് ദ ഫാദർ ഓഫ് എസ് എന്നാണ് പറയുന്നത് അല്ലെ. ആർ ഈസ് ദ ഫാദർ ഓഫ് എസ് അല്ലെ. അപ്പൊ നിങ്ങൾ നോക്കിയേ, ഈ എസ് എന്താണെന്ന് ജെൻഡർ നമുക്ക് അതിൽ കണ്ടെത്താൻ പറ്റില്ല അല്ലെ. ഫാദർ ഓഫ് എസ് എന്നാണ് പറയുന്നത് അല്ലെ. എസ് എന്ന് പറയുന്നത് പിന്നെ പുരുഷനാണോ സ്ത്രീയാണോ നമുക്ക് കണ്ടെത്താൻ അവിടെ വഴികൾ ഇല്ല. അപ്പൊ എന്താണ്, കെയുടെ ജെൻഡർ അപ്പൊ നമുക്ക് സി എന്ന് പറയുന്ന ഓപ്ഷനിൽ കൂടെയും കണ്ടെത്താൻ സാധിക്കില്ല. മനസ്സിലായോ? അപ്പോൾ ഓപ്ഷൻ സിയും കൂടി നമുക്ക് എലിമിനേറ്റ് ചെയ്ത് കളയാം. എന്നാൽ നിങ്ങൾ നോക്കിയേ, ഈ മൾട്ടിപ്ലിക്കേഷൻ ചിഹ്നം എന്താണ്, ആർ ഇൻറ്റു എസ് എന്ന് പറഞ്ഞാൽ ആർ ഈസ് ദ സൺ ഓഫ് എസ് എന്നാണ് പറയുന്നത് അല്ലെ. ആർ ഈസ് ദ സൺ ഓഫ് എസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ആർ ഇൻറ്റു എസ് എന്ന് എഴുതി കഴിഞ്ഞാൽ 6 സണ്ണാണ് അല്ലെ, 6 സണ്ണാണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ നോക്കിയേ, കെ ഇൻറ്റു എൽ ഇൻറ്റു ടി എന്ന് പറഞ്ഞാൽ എന്താണ്, കെ ഈസ് ദ സൺ ഓഫ് എൽ ഈസ് ദ സൺ ഓഫ് ടി എന്നാണ് അർത്ഥം അല്ലെ. അതിനർത്ഥം എന്താണ്, കെ എന്ന് പറയുന്നത് ടിയുടെ ഗ്രാൻഡ് സൺ ആണ് എന്നാണ് മനസ്സിലാക്കേണ്ടത്. മനസ്സിലായോ? ഓക്കെ, അപ്പൊ നമുക്ക് സാധ്യതയില്ലാത്ത
ഉത്തരമായിട്ട് വരാൻ ചാൻസ് ഇല്ലാത്ത എന്താണ് ഓപ്ഷൻസ് ഒക്കെ എലിമിനേറ്റ് ചെയ്ത് കളഞ്ഞുകൊണ്ട് നമുക്ക് വളരെ പെട്ടെന്ന് ഉത്തരത്തിലേക്ക് എത്താം. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് തരുന്ന ക്വസ്റ്റ്യൻസിലും ഇങ്ങനത്തെ കുറെ പിന്നെ എന്താണ് ക്ലൂകൾ കൊടുത്തിട്ടുണ്ടാവും അല്ലെ. നമുക്ക് അവർക്ക് എക്സാമിനർക്കും അറിയാലോ എന്താണ് നമ്മൾ കുറഞ്ഞ സമയം കൊണ്ട് ചെയ്ത് തീർക്കേണ്ടതാണ്. ഓക്കെ, അപ്പൊ ഇത്തരത്തിലുള്ള ക്ലൂസ് ഒക്കെ നമുക്ക് അവിടെ തന്നിട്ടുണ്ടാകും. ഓക്കെ, ഉറപ്പായിട്ടും ഉണ്ടാവും. ഓക്കെ, അപ്പൊ നിങ്ങൾ അങ്ങനത്തെ ക്ലൂസ് കണ്ടെത്തുക. ഓക്കെ, അത് പ്രകാരം കൃത്യമായ ഉത്തരത്തിലേക്ക് എന്താണ് വളരെ പെട്ടെന്ന് എത്താൻ ശ്രമിക്കുക. ഓക്കെ, മനസ്സിലായല്ലോ? ചെയ്ത കാര്യം മനസ്സിലായോ? ജെൻഡർ നോക്കി നമുക്ക് സാധ്യതയില്ലാത്ത പിന്നെ ഓപ്ഷൻസ് നമുക്ക് എലിമിനേറ്റ് ചെയ്ത് കളയാൻ സാധിക്കും. സെറ്റ് ആണല്ലോ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ ഒന്ന് വേഗം ചെയ്തേ. അടുത്ത ക്വസ്റ്റ്യൻ വേഗം ചെയ്യൂ. നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഒരു മോഡലാണ് അല്ലെ, തൊട്ട് മുൻപ് ചെയ്ത ഒരു മോഡലാണ്. നമുക്കൊന്ന് ചെയ്ത് നോക്കാം. നോക്കിയേ, a plus b means a is the mother of b അല്ലെ. a minus b means a is the wife of b. a into b means a is the brother of b. a divided by b means a is the husband of b. ഒന്ന് വേഗം ചെയ്തേ, വേഗം ചെയ്യൂ. കിട്ടുന്നുണ്ടോ? എന്താണ് how is t related to j എന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഒന്ന് വേഗം ചെയ്ത് നോക്കിയേ. ഓക്കെ, എന്താണ് ഹൗ ഈസ് ടി റിലേറ്റഡ് ടു ജെ എന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് അല്ലെ. ഇവിടെ നോക്കൂ, ഈ എക്സ്പ്രഷനിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് അല്ലെ. ടി ഉണ്ട്, ജെ ഉണ്ട്, പിന്നെ എം ഉണ്ട്, പിന്നെ യു ഉണ്ട്. അതൊക്കെ നമ്മൾ നോക്കേണ്ട ആവശ്യമുണ്ടോ? വേണ്ട. എന്താണ് ഇത്രയും നമ്മൾ നോക്കുക അല്ലെ. അതിനുശേഷം ജെയുടെ ജെൻഡർ ഒന്നും കിട്ടുന്നില്ല എങ്കിൽ മാത്രം നിങ്ങൾ എമ്മും കൂടി ഒന്ന് പരിശോധിച്ചാൽ മതി. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. എന്താണ് ടി ഡിവൈഡ് ബൈ ബി അല്ലെ. എ ബൈ ബി എന്താ മീൻ ചെയ്യുന്നത്? എ ഈസ് ദ ഹസ്ബൻഡ് ഓഫ് ബി. അപ്പൊ ടി ബൈ ബി എന്തായിരിക്കും? ടി ഈസ് ദ ഹസ്ബൻഡ് ഓഫ് വി എന്നാണ്. ടി ഈസ് ദ ഹസ്ബൻഡ് ഓഫ് വി എന്നാണ് ഇവിടെ മീൻ ചെയ്യുന്നത്. ടി ഈസ് ദ ഹസ്ബൻഡ് ഓഫ് വി എന്നാണ് ഇവിടെ മീൻ ചെയ്യുന്നത്. മനസ്സിലായോ? ഓക്കെ, നോക്കിയേ, a plus b means a is the mother of b അല്ലെ. അപ്പൊ എന്താണ് ഇവിടെ? v plus q means v is the mother of q അല്ലെ. v is the mother of q. v is the mother of q. ഓക്കെ, v യുടെ എന്താണ് ക്യൂവിന്റെ മദറാണ് ആര്? വി വരുന്നത്. ഓക്കെ, ഇനി എന്താണ് ക്യൂ മൈനസ് ജെ എന്ന് പറഞ്ഞാൽ എന്താണ്? എ മൈനസ് ബി എന്ന് പറഞ്ഞാൽ എന്താണ്? എ ഈസ് ദ വൈഫ് ഓഫ് ബി അല്ലെ. എ ഈസ് ദ വൈഫ് ഓഫ് ബി. ഇവിടെ എന്താണ്? ക്യൂ ഈസ് ദ വൈഫ് ഓഫ് ജെ. ക്യൂ ഈസ് ദ വൈഫ് ഓഫ് ജെ. ക്യൂ ഈസ് ദ വൈഫ് ഓഫ് ജെ എന്നാണ് പറഞ്ഞത്. കിട്ടിയല്ലോ? ഓക്കെ, അപ്പൊ എന്താണ് നമ്മൾ കണ്ടുപിടിച്ചത്? എന്താണ് ടി ബൈ വി എന്ന് പറഞ്ഞതാണ്? എന്താണ് ഇവിടെ എ ഈസ് ദ ഹസ്ബൻഡ് ഓഫ് ബി. ഇവിടെ എന്താണ്? ടി ഈസ് ദ ഹസ്ബൻഡ് ഓഫ് ബി അല്ലെ. വി പ്ലസ് ക്യൂ നോക്കിയേ, എന്താണ്? എ ഈസ് ദ മദർ ഓഫ് ബി ആണ്. ഇവിടെ വി ഈസ് ദ മദർ ഓഫ് ക്യൂ ആണ്. ഇവിടെ നോക്കൂ, എ മൈനസ് ബി എന്താണ്? എ ഈസ് ദ വൈഫ് ഓഫ് ബി. ഇവിടെയോ ക്യൂ ഈസ് ദ വൈഫ് ഓഫ് ജെ. കിട്ടിയല്ലോ? അപ്പൊ ടിയും ജെയും തമ്മിലുള്ള ബന്ധം നമുക്ക് കിട്ടി. എന്താണ് ബന്ധം? ടി ഹൗ ഈസ് ടി റിലേറ്റഡ് ടു ജെ എന്ന് ചോദിച്ചാൽ എന്ത് പറയും? ജെയുടെ ഭാര്യയുടെ അച്ഛനാണ് ആര്? ടി എന്ന് പറയുന്നത് അല്ലെ. ടി എന്താണ്? ജെയുടെ ഭാര്യയുടെ അച്ഛൻ, അതായത് ഫാദർ ഇൻ ലോ ആണ് ശരിയായ ഉത്തരം. കിട്ടിയോ? മനസ്സിലായോ? ഓക്കെ ആണോ? ഓക്കെ, അപ്പൊ നമ്മൾ എന്താണ് കോഡഡ് ടൈപ്പ് ബ്ലഡ് റിലേഷൻ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായല്ലോ എന്താണ് നമ്മൾ ആ സിമ്പിൾസ് പ്രകാരം കൃത്യമായിട്ടുള്ള ഉത്തരങ്ങളിലേക്ക് നമ്മൾ ഡയഗ്രാം ഉപയോഗിച്ച് എത്തുന്നു. ഓക്കെ, ഇനി നോക്കൂ, മുകളിൽ തന്ന പോലെ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ എന്ത് ചെയ്യും? നമ്മൾ ജെൻഡർ നോക്കിയിട്ട് സാധ്യതയില്ലാത്ത പിന്നെ ഓപ്ഷൻസ് ഒക്കെ എലിമിനേറ്റ് ചെയ്തുകൊണ്ട് നമ്മുടെ എക്സാം ടൈം നമ്മൾ സേവ് ചെയ്തുകൊണ്ട് ഉത്തരത്തിലേക്ക് എത്തുന്നു. മനസ്സിലായല്ലോ? ഓക്കെ, ഇവിടെ നമ്മൾ 3 ഓപ്ഷൻസും എലിമിനേറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ പിന്നെ എന്താണ് വേറെ ചെയ്ത് നോക്കേണ്ട ആവശ്യമൊന്നുമില്ല അല്ലെ. അല്ലാണ്ട് തന്നെ നമുക്ക് കൃത്യമായിട്ടുള്ള ഉത്തരം ഓപ്ഷൻ ബി എന്ന് കിട്ടിക്കഴിഞ്ഞു അല്ലെ. അങ്ങനെ നമുക്ക് എലിമിനേഷൻ മെത്തേഡിൽ കൂടിയും ഈ ബ്ലഡ് റിലേഷൻ ക്വസ്റ്റ്യൻസിൽ നമുക്ക് ഉത്തരത്തിലേക്ക് എത്താൻ സാധിക്കും. മനസ്സിലായല്ലോ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇതുവരെ പഠിച്ചു കഴിഞ്ഞത് പസിൽ ടൈപ്പ് പഠിച്ചു കഴിഞ്ഞു, കോഡഡ് റിലേഷൻഷിപ്പും പഠിച്ചു കഴിഞ്ഞു. സെറ്റ് ആണല്ലോ? ഓക്കെ, മനസ്സിലായിട്ടുണ്ടല്ലോ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇനി നമ്മൾ പഠിക്കുന്നത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എന്നാൽ കുറച്ചും കൂടി കൺഫ്യൂസിങ് ആവാൻ വളരെ ചാൻസ് ഉള്ള ഒരു ഏരിയ ആണ്. പക്ഷെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും എങ്കിൽ കൂടി നമുക്ക് പെട്ടെന്ന് പഠിച്ചെടുക്കാൻ സാധിക്കും. ഓക്കെ, എന്താണ് പോയിന്റിംഗ് ടൈപ്പ് റിലേഷൻസിനെയാണ് നമ്മൾ ഇനി പഠിക്കുന്നത്. ഓക്കെ, ബ്ലഡ് റിലേഷൻ തന്നെ പോയിന്റിംഗ് അല്ലെങ്കിൽ ഇൻട്രൊഡ്യൂസിംഗ് ടൈപ്പ് റിലേഷൻസ് ആണ് നമ്മൾ ഇനി പഠിക്കുന്നത്. ഓക്കെ, എന്താണ് ഇവിടെ നോക്കൂ, എന്താ ചെയ്യുന്നത്? ഒരാളെ കാണിച്ചു തന്നുകൊണ്ട്, അയാളെ പോയിന്റ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ട് മറ്റൊരാൾ പറയും, ഓക്കെ, ഇയാളെന്റെ ഭാര്യയുടെ അച്ഛന്റെ അനിയന്റെ ഭാര്യയുടെ അങ്ങനെ മകന്റെ അങ്ങനെ കുറെ ബന്ധങ്ങളൊക്കെ പറഞ്ഞു പോകും. ഓക്കെ, അതിനുശേഷം ചോദിക്കും ഇയാളും ഈ പറഞ്ഞ ആളും തമ്മിലുള്ള ബന്ധം എന്ത്? ആ ബന്ധമാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. ഓക്കെ, ഒരു പക്ഷേ നിങ്ങൾക്ക് മനസ്സിൽ കാൽക്കുലേറ്റ് ചെയ്യാൻ സാധിക്കുമെങ്കിൽ അങ്ങനെ ചെയ്യുന്നതിനെ കൊണ്ട് യാതൊരു ഒരു ബുദ്ധിമുട്ടും ഇല്ല. നിങ്ങൾക്ക് അങ്ങനെ കിട്ടുമെങ്കിൽ, ഓക്കെ, കൃത്യമായ ഉത്തരം കിട്ടുമെങ്കിൽ അതൊരു കുഴപ്പമില്ല. പക്ഷെ നോക്കൂ, എന്നാൽ നമുക്ക് കുറച്ചെങ്കിലും കൺഫ്യൂസിങ് വരും. നമ്മുടെ എക്സാം ടൈം ആയതുകൊണ്ട് കുറച്ചൊക്കെ കൺഫ്യൂസിങ് വരികയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഡയഗ്രാം ഉപയോഗിച്ചുകൊണ്ട് റെപ്രസെന്റ് ചെയ്യണം. ഓക്കെ, അങ്ങനെ ഡയഗ്രാം ഉപയോഗിച്ച് നമുക്ക് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം, അങ്ങനെ എങ്ങനെ ഉത്തരം കണ്ടെത്താം എന്നൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഇപ്പോൾ ഈ പരിശോധിക്കുന്നത്. ഓക്കെ,
മനസ്സിലായല്ലോ? ഓക്കെ, മനസ്സിലായല്ലോ? ഓക്കെ, നോക്കിയേ എന്താണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ. ഇൻട്രൊഡ്യൂസിംഗ് റീന, മോണിക്ക സഡ് എന്താണ് ഷീ ഈസ് ദ ഓൺലി ഡോട്ടർ ഓഫ് മൈ ഫാദേഴ്സ് ഓൺലി ഡോട്ടർ. ഹൗ ഈസ് മോണിക്ക റിലേറ്റഡ് ടു റീന? ഓക്കെ, നിങ്ങൾ ചോദ്യം കണ്ടല്ലോ. എന്താണ് റീനയാണ് പറയുന്നത്, റീനയെ ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ട് മോണിക്കയാണ് പറയുന്നത്. ഓക്കെ, റീനയെ ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ട് മോണിക്കയാണ് പറയുന്നത്. മനസ്സിലായല്ലോ? ഓക്കെ, ഇവിടെ നിങ്ങൾ നോക്കിയേ. ഇൻട്രൊഡ്യൂസിംഗ് റീന, മോണിക്ക സെഡ്. ഇവിടെ നിങ്ങൾ എന്തൊക്കെയാ മനസ്സിലാക്കേണ്ടത്? ആര് പറഞ്ഞു, ആരെക്കുറിച്ച് പറഞ്ഞു എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കുക. എന്താണ്, ആരാണ് പറഞ്ഞത്, ആരെക്കുറിച്ചാണ് പറഞ്ഞത് എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഇവിടെ റീനയെ കുറിച്ചാണ് പറഞ്ഞത്. ആരാ പറഞ്ഞത്? മോണിക്കയാണ് പറഞ്ഞത് അല്ലെ. മോണിക്ക എന്താ പറഞ്ഞത്? ഷീ ഈസ് ദ ഓൺലി ഡോട്ടർ എന്നാ പറഞ്ഞത് അല്ലെ. ഷീ ഈസ് ദ ഓൺലി ഡോട്ടർ എന്നാണ് പറയുന്നത്. അതിനർത്ഥം എന്താണ്? റീന എന്ന് പറയുന്നത് ഒരു സ്ത്രീയാണ് അല്ലെ. നോക്കൂ, നമുക്ക് ഇവിടെ തരാത്ത ഒരു ജെൻഡറും നിങ്ങൾ ആഡ് ചെയ്യാൻ നിൽക്കരുത്. ഓക്കെ, തരാത്ത ജെൻഡർ ആഡ് ചെയ്യാൻ നിൽക്കരുത്. ഓക്കെ, എന്നിട്ടും അങ്ങനെ ആഡ് ചെയ്യാതെ നമുക്ക് ക്വസ്റ്റ്യൻ കറക്റ്റ് ഓപ്ഷനിലേക്ക് എത്തണം. ഓക്കെ, പരമാവധി നിങ്ങൾക്ക് തന്നിരിക്കുന്ന ജെൻഡേഴ്സ് തന്നെ യൂസ് ചെയ്യാൻ പിന്നെ നോക്കുക. ഓക്കെ, എന്നിട്ടും ഉത്തരം കിട്ടുന്നില്ലെങ്കിൽ മാത്രമേ നമ്മൾ എന്താണ് ജെൻഡർക്ക് ഇട്ട് കൊടുത്ത് ആൻസർ കൊടുക്കേണ്ടതുള്ളൂ. മനസ്സിലായല്ലോ? ഓക്കെ, അപ്പൊ നമുക്ക് തന്നിരിക്കുന്ന ജെൻഡേഴ്സ് കൃത്യമായിട്ട് മനസ്സിലാക്കണം. നോക്കിയേ, റീനയെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് മോണിക്ക് പറയാൻ ഷീ ഈസ് ദ ഓൺലി ഡോട്ടർ എന്ന് പറഞ്ഞാൽ റീന എന്ന് പറയുന്ന ആരാണ്? ഒരു സ്ത്രീയാണ്. ഓൺലി ഡോട്ടർ ഓഫ് മൈ ഫാദേഴ്സ് ഓൺലി ഡോട്ടർ. ഓക്കെ, ഇങ്ങനത്തെ ഈ സ്റ്റേറ്റ്മെന്റുകളിൽ നിങ്ങൾ ശ്രദ്ധിക്കുക, ഇവിടെ മൈ എന്നുള്ള ഒരു വാക്കുണ്ടാകും. ഓക്കെ, എന്താണ് മൈ എന്ന് പറയുന്ന ഒരു വാക്കുണ്ടാകും. ആ വാക്ക് നിങ്ങൾ എവിടെയാണെന്ന് ആദ്യം എന്താണ് കണ്ടെത്തുക. ആ വാക്ക് എവിടെയാണെന്ന് നിങ്ങൾ ആദ്യം കണ്ടെത്തുക. ഓക്കെ, അപ്പൊ ആ മൈ എന്ന് പറയുന്ന ആരാണ്? ഞാനാണ്. ആരാണ് ഞാൻ? ആരാണ്? മോണിക്കയാണ് അല്ലെ. മോണിക്കയല്ലേ പറയുന്നത്? ഓക്കെ, മോണിക്കയാണ് പറയുന്നത് അല്ലെ. അപ്പൊ ആ മോണിക്കയെ ആദ്യം നിങ്ങൾ എഴുതുക. മോണിക്കയെ നിങ്ങൾ ആദ്യം എഴുതുക. ഓക്കെ, മോണിക്ക മെയിൽ ആണോ ഫീമെയിൽ ആണോ നമുക്ക് തന്നിട്ടില്ല. ഓക്കെ, അതുകൊണ്ട് നമ്മൾ അങ്ങനെ തന്നെ നിൽക്കട്ടെ. ഓക്കെ, ഇനി എന്താ പറഞ്ഞത്? ഷീ ഈസ് ദ ഓൺലി ഡോട്ടർ ഓഫ് മൈ ഫാദേഴ്സ് ഓൺലി ഡോട്ടർ അല്ലേ. അപ്പൊ നോക്കിയേ, മൈ ഫാദേഴ്സ് ഓൺലി ഡോട്ടർ, അതായത് ഈ മൈ എന്ന് പറയുന്നതിന് ശേഷം ഉള്ള ബാക്കി ഭാഗം ഉണ്ടല്ലോ, അത് നിങ്ങൾ ആദ്യം വരച്ചു വെക്കുക. മൈ ഫാദേഴ്സ് ഓൺലി ഡോട്ടർ, എൻ്റെ അച്ഛന്റെ ഓൺലി ഡോട്ടർ എന്നാണ് പറയുന്നത് അല്ലെ. ഇവിടെ നോക്കൂ, മോണിക്ക ആരാണെന്ന് നമുക്ക് ഇതുവരെ അറിയില്ല അല്ലെ. മോണിക്ക മെയിൽ ആണോ ഫീമെയിൽ ആണോ നമുക്ക് അറിയില്ല. ഓക്കെ, അതുകൊണ്ട് നമ്മൾ തൊട്ടടുത്ത് എന്ത് വരയ്ക്കുന്നു? ഒരു സ്ത്രീയെ വരയ്ക്കുന്നു. ഒരു പക്ഷേ ഇത് മോണിക്ക ആവാം അല്ലെ. മോണിക്ക തന്നെ ആയിരിക്കാം ഇത്, പക്ഷെ നമുക്ക് ഇത് സ്ത്രീയാണോ എന്ന് അറിയില്ല, കൃത്യമായിട്ട് പറഞ്ഞിട്ടില്ല, അതുകൊണ്ടാണ് പറയുന്നത്. ഓക്കെ, മൈ ഫാദേഴ്സ് ഓൺലി ഡോട്ടർ ആണ് ഇത് അല്ലെ. എന്താണ്? ഷീ ഈസ് ദ ഓൺലി ഡോട്ടർ ഓഫ് മൈ ഫാദേഴ്സ് ഓൺലി ഡോട്ടർ, അതായത് ഈ ഡോട്ടറിന്റെ ഒരേ ഒരു മകളാണ് ആര്? റീന എന്ന് പറയുന്നത്. ഓക്കെ, റീന എന്ന് പറയുന്നത് അല്ലെ. ഇനി എന്താ ചോദ്യം? അപ്പോഴും നമുക്ക് എന്ത് കിട്ടിയിട്ടില്ല? മോണിക്ക പുരുഷനാണോ സ്ത്രീയാണോ എന്ന് കിട്ടിയിട്ടില്ല. ഓക്കെ, നമ്മുടെ ഒരു ബോധ്യം വെച്ച് നമുക്ക് എന്ത് മനസ്സിലാക്കാം? മോണിക്ക സ്ത്രീയാണെന്ന് മനസ്സിലാക്കാം. പക്ഷേ ക്വസ്റ്റ്യനിൽ തരാത്ത പക്ഷം നമ്മൾ അങ്ങനെ പെട്ടെന്ന് അസ്യൂം ചെയ്ത് കളയരുത്. ഓക്കെ, ഓപ്ഷനും കൂടി നിങ്ങൾ നോക്കുക. എന്താണ് ഇവിടെ എന്നാ ചോദ്യം? ഹൗ ഈസ് മോണിക്ക റിലേറ്റഡ് ടു റീന എന്നാ ചോദ്യം അല്ലെ. ഇവിടെ നിങ്ങൾ നോക്കിയേ, ഒരു പക്ഷേ എന്താണ് മോണിക്ക ആന്റി ആകാം അല്ലെ. എന്താണ് ഇതൊരു മകളാണ്, ഇതൊരു പുരുഷനാണെങ്കിൽ, മോണിക്ക എന്ന് പറയുന്ന പുരുഷനാണെങ്കിൽ എന്താണ് അങ്കിൾ ആകാം. മോണിക്ക എന്ന് പറയുന്നത് അങ്കിൾ ആകാം, സാധ്യത മാത്രമാണ്. പക്ഷെ അങ്കിൾ എന്ന് പറയുന്ന ഓപ്ഷൻ ഇവിടെ കൊടുത്തിട്ടില്ല. ഓക്കെ, ഇനി എന്താണ്? ഒരു പക്ഷേ അമ്മയാവാം. ഈ എന്താണ് സർക്കിൾ മോണിക്കയാണെങ്കിൽ എന്താണ് അത് നമുക്ക് മദർ ആയിട്ടും പരിഗണിക്കാം. പക്ഷെ ഇവിടെ നിങ്ങൾ നോക്കിയേ, ഓപ്ഷൻ ഡിയിലെ ഡാറ്റ ഇൻഅഡിക്വേറ്റ് എന്ന് പറഞ്ഞിട്ടല്ലേ. എന്താണ് നമുക്ക് തന്നിരിക്കുന്ന ഡാറ്റ എന്താണ് ഇത് കണ്ടുപിടിക്കാൻ പര്യാപ്തമല്ല എന്നുള്ള ഒരു ഓപ്ഷൻ കൂടി തന്നിട്ടുണ്ട് അല്ലെ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ആ ഒരു ഓപ്ഷൻ ഡി വേണം സെലക്ട് ചെയ്യാൻ. കാരണം ഇവിടെ മോണിക്കയുടെ ജെൻഡർ ഏതാണെന്ന് സൂചിപ്പിക്കുന്ന ഒന്ന് പോലും തന്നിട്ടില്ല. ഓക്കെ, മനസ്സിലായല്ലോ? ഓക്കെ, മോണിക്കയുടെ ജെൻഡർ ഏതാണെന്ന് സൂചിപ്പിക്കുന്ന എന്താണ് ഒന്ന് പോലും തന്നിട്ടില്ല. മനസ്സിലായല്ലോ? ഓക്കെ, ഇനിയിപ്പോ മോണിക്ക സ്ത്രീയാണ് നമുക്ക് അസ്യൂം ചെയ്തുകൊണ്ട് വേണമെങ്കിൽ കണ്ടുപിടിക്കുകയാണെങ്കിൽ എന്ത് കിട്ടും? പിന്നെ ഓപ്ഷൻ എ മദർ നമുക്ക് സെലക്ട് ചെയ്യാം. പക്ഷെ ഇവിടെ മോണിക്കയുടെ ജെൻഡർ ആയിട്ട് പറയുന്ന ഒന്നും തന്നെ തന്നിട്ടില്ല. ഓൺലി ഡോട്ടർ എന്നാണ് പറയുന്നത്. പക്ഷേ എന്താണ് വേറെ മക്കൾ ഇല്ല എന്നൊന്നും പറഞ്ഞിട്ടും ഇല്ല. ഓക്കെ, മനസ്സിലായല്ലോ? ഓക്കെ, അതുകൊണ്ട് നമുക്ക് എന്താണ് ഇവിടെ കൃത്യമായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത് ഏതാണ്? ഓപ്ഷൻ ഡി ആണ്. ഡാറ്റ ഇൻഅഡിക്വേറ്റ് ആണ് നമുക്ക് കൃത്യമായിട്ട് ചൂസ് ചെയ്യാൻ സാധിക്കുന്നത്. മനസ്സിലായല്ലോ? അപ്പൊ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പൊ തന്നിരിക്കുന്ന ജെൻഡേഴ്സ് എന്താണ് മാക്സിമം പരിഗണിക്കാൻ ശ്രമിക്കുക. അത് മാത്രം പരിഗണിച്ച ശേഷം ബാക്കിയുള്ള അസംഷനിലേക്കൊക്കെ നിങ്ങൾ പോയാൽ മതി. ഓക്കെ, നോക്കിയേ, അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? പോയിന്റിംഗ് ടു എ ലേഡി, എ മാൻ സെഡ് എന്താണ്? ദ സൺ ഓഫ് ഹെർ ഓൺലി ബ്രദർ ഈസ് ദ ബ്രദർ ഓഫ് മൈ വൈഫ്.
ഹൗ ഈസ് ദ ലേഡി റിലേറ്റഡ് ടു ദാറ്റ് മാൻ? ആരാണ് ഇവിടെ പറഞ്ഞത്? പോയിന്റിംഗ് ടു എ ലേഡി, ഒരു സ്ത്രീയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഒരു പുരുഷനാണ് പറഞ്ഞത്. ഓക്കെ, ഒരു പുരുഷനാണ് പറഞ്ഞത്. അതായത് ഈ പറയുന്നയാൾ എന്താണ്? ഒരു പുരുഷനാണ്. ഓക്കെ, ഈ പറയുന്നയാൾ ഒരു പുരുഷനാണ്. ആ പുരുഷനെ നമ്മൾ ആദ്യം വരച്ചു. ഓക്കെ, എന്താണ്? ഒരു ചതുരം കൊണ്ട് സൂചിപ്പിച്ചു. എന്താണ് ഇനി ഈ പുരുഷനെ സ്വന്തം പറ്റി പറയുന്ന എവിടെയാണ്? ഈ മൈ എന്ന് പറയുന്ന ഈ ഒരു ഭാഗത്താണ് അല്ലെ. മൈ വൈഫ്, എന്റെ ഭാര്യ അല്ലെ, എന്റെ ഭാര്യ. ഭാര്യ വരച്ചല്ലോ. ഓക്കെ, കിട്ടി. എന്താണ്? ദ സൺ ഓഫ് ഹെർ ഓൺലി ബ്രദർ ഈസ് ദ ബ്രദർ ഓഫ് മൈ വൈഫ്. എന്റെ ഭാര്യയുടെ സഹോദരൻ എന്ന് പറയുന്നത് എന്താണ്? എന്താണ്? ദ സൺ ഓഫ് ഹെർ ഓൺലി ബ്രദർ അല്ലെ, ഏതോ ഒരു സ്ത്രീയുടെ സഹോദരന്റെ എന്താണ്? സൺ ഓഫ് ഹെർ ഓൺലി ബ്രദർ, അതായത് ഏതോ സഹോദരിയുടെ സഹോദരന്റെ മകനാണ് ആര്? എന്റെ ഭാര്യയുടെ സഹോദരൻ എന്ന് പറയുന്നത് അല്ലെ. മനസ്സിലായോ? അതായത് ഇവരുടെ അച്ഛന്റെ സഹോദരിയെ പറ്റിയാണ് ഈ പറയുന്നത്. മനസ്സിലായോ? ഇതാണ് ആ ലേഡി, ഇതാണ് ആ ലേഡി. ഓക്കെ, പറയുന്ന ആളാരാണ്? ഇതാണ് ആ മാൻ. ഓക്കെ, പറയുന്ന മനുഷ്യൻ ഇയാളാണ്. ഓക്കെ, ഒന്നും കൂടി ശ്രദ്ധിച്ചേ, ക്വസ്റ്റ്യൻ ഒന്നും കൂടി വായിച്ചു നോക്കൂ. എന്താണ്? ദ സൺ ഓഫ് ഹെർ ഓൺലി ബ്രദർ ഈസ്, അതായത് ഈ ലേഡിയുടെ ഓൺലി ബ്രദർ ഈസ് ദ ദ സൺ ഓഫ് ഹെർ ഓൺലി ബ്രദർ. ഓക്കെ, ഈ ബ്രദറിന്റെ ഓൺലി സൺ എന്ന് പറയുന്നത് എന്താണ്? ബ്രദർ ഓഫ് മൈ വൈഫ് അല്ലെ, എന്റെ ആരാണ്? ഇവരുടെ ബ്രദറിന്റെ ഒരേ ഒരു മകൻ എന്ന് പറയുന്നത് എന്റെ ഭാര്യയുടെ സഹോദരനാണ് എന്നാണ് പറയുന്നത് അല്ലെ. എന്താ ചോദ്യം? ഹൗ ഈസ് ദ ലേഡി റിലേറ്റഡ് ടു ദാറ്റ് മാൻ അല്ലെ, ഈ ലേഡി എങ്ങനെയാണ് ഇയാളുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത്? എന്താണ്? സിസ്റ്റർ ഓഫ് ഫാദർ ഇൻ ലോ അല്ലെ, ഇയാളുടെ ഭാര്യയുടെ അച്ഛന്റെ സഹോദരിയാണ്. സിസ്റ്റർ ഓഫ് ഫാദർ ഇൻ ലോ. ഓപ്ഷൻ ഡി ആണ് ഇവിടുത്തെ ശരി ഉത്തരം. കിട്ടിയോ? മനസ്സിലായോ? ഓക്കെ, കുറച്ച് കൺഫ്യൂസിംഗ് ആയിട്ടൊക്കെ ഇടയ്ക്ക് തോന്നിയേക്കാം, പക്ഷെ നിങ്ങൾ വീണ്ടും വീണ്ടും പറഞ്ഞ് എന്താണ് ആ ഒരു ക്ലാരിറ്റി കൊണ്ടുവരിക. ഓക്കെ, ക്വസ്റ്റ്യനിലുള്ള ആ ഒരു ക്ലാരിറ്റി കൊണ്ടുവരിക. ഓക്കെ, നിങ്ങൾക്ക് മൈൻഡിൽ കാൽക്കുലേറ്റ് ചെയ്യാൻ സാധിക്കുമെങ്കിൽ നിങ്ങൾ അങ്ങനെ തന്നെ ചെയ്തോളൂ. ഓക്കെ, നമുക്ക് സമയം ലാഭിക്കുകയാണ് ഏറ്റവും കൂടുതൽ വേണ്ടത്. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിയേ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. പോയിന്റിംഗ് ഔട്ട് ടു എ ലേഡി, രാജൻ സെഡ് ഷീ ഈസ് ദ ഡോട്ടർ ഓഫ് ദ വുമൺ ഹൂ ഈസ് ദ മദർ ഓഫ് ദ ഹസ്ബൻഡ് ഓഫ് മൈ മദർ എന്നാണ് പറഞ്ഞത് അല്ലെ. നോക്കിയേ, കിട്ടുന്നുണ്ടോ? ഓക്കെ, നമുക്ക് നോക്കാം. നോക്കിയേ, പോയിന്റിംഗ് ഔട്ട് ടു എ ലേഡി, രാജൻ സെഡ് അല്ലെ, രാജനാണ് പറഞ്ഞത്. ഷീ ഈസ് ദ, ഷീ ഈ പറയുന്ന, ഓക്കെ ഇത് സ്ത്രീയാണ്, നമുക്ക് ഓൾറെഡി കിട്ടിക്കഴിഞ്ഞു അല്ലെ. രാജൻ പറയാണ് ഷീ ഈസ് ദ ഡോട്ടർ ഓഫ് ദ വുമൺ ഹൂ ഈസ് ദ മദർ ഓഫ് ദ ഹസ്ബൻഡ് ഓഫ് മൈ മദർ എന്നാണ് പറയുന്നത് അല്ലെ. ഈ രാജനെ സൂചിപ്പിക്കുന്നത് ഇവിടെയാണ് അല്ലെ. നോക്കൂ, ആ രാജനെ നമുക്ക് ആദ്യം എഴുതാം. രാജൻ. ഓക്കെ, രാജന്റെ അമ്മ വരച്ചു. ഓക്കെ, എന്താണ്? ഇനി ഒന്നും കൂടി വായിച്ചു നോക്കിയേ. ഷീ ഈസ് ദ ഡോട്ടർ ഓഫ് ദ വുമൺ ഹൂ ഈസ് ദ മദർ ഓഫ് ദ ഹസ്ബൻഡ് ഓഫ് മൈ മദർ അല്ലെ. മദർ ഓഫ് ഹസ്ബൻഡ് ഓഫ് മൈ മദർ. ഓക്കെ, എന്റെ അമ്മയുടെ അല്ലെ. ഓക്കെ, ഹസ്ബൻഡ് ഓഫ് മൈ മദർ എന്താണ്? മദറിനെയും വരച്ചു അല്ലെ. മദറിനെ വരച്ചു. ഹൂ ഈസ് ദ ഡോട്ടർ ഓഫ് വുമൺ ഹൂ ഈസ് ദ മദർ അല്ലെ. ഓക്കെ, ഇതാണ് ആ ലേഡി. ഓക്കെ, മനസ്സിലായോ? ഓക്കെ, ഒന്നും കൂടി ശ്രദ്ധിച്ചേ. ഷീ ഈസ് ദ, ഇതാണ് ആ ലേഡി വരുന്നത്. ഷീ ഈസ് ദ ഡോട്ടർ ഓഫ് ദ വുമൺ ഹൂ ഈസ് ദ മദർ ഓഫ് ദ ഹസ്ബൻഡ് ഓഫ് മൈ മദർ. എന്റെ അമ്മയുടെ ഭർത്താവിന്റെ അമ്മയുടെ ഒരേ ഒരു മകളാണ് ആ ലേഡി എന്നാണ് പറഞ്ഞത്. മനസ്സിലായോ? ഹൂ ഈസ് ദ ലേഡി ടു രാജൻ. അല്ലെ, ഈ രാജന്റെ ആരാണ് ഈ ലേഡി? ആരാണ് വരിക? ആന്റ് ആണ് വരിക അല്ലെ. അല്ലെ, നോക്കിയേ, എന്താണ്? ഈ രാജന്റെ അച്ഛന്റെ പെങ്ങളാണ്. അതായത് പിന്നെ അച്ഛന്റെ സഹോദരിയാണ്, ആന്റ് ആണ് വരിക. ഓപ്ഷൻ എ ആണ് നമ്മുടെ ശരി ഉത്തരം. കിട്ടിയോ? മനസ്സിലായോ? മനസ്സിലായോ? ഒന്നും കൂടി ശ്രദ്ധിക്കുക. എന്താണ്? ആരാണ് പറഞ്ഞത്, ആരെക്കുറിച്ചാണ് പറഞ്ഞത് നമ്മൾ ആദ്യം മനസ്സിലാക്കുക. അതിനുശേഷം ഈ മൈ എന്ന് പറയുന്ന ആ ഭാഗം നിങ്ങൾ കണ്ടെത്തുക. അതിനുശേഷമുള്ള കാര്യങ്ങൾ എഴുതി വെക്കുക. അതിനുശേഷം നമ്മൾ ഓരോന്നായിട്ട് വരച്ച് എഴുതുക. ഓക്കെ, എവിടെയെങ്കിലും കണക്ഷൻ വിട്ടുപോകുണ്ടെങ്കിൽ ഒന്നും കൂടി പറഞ്ഞു നോക്കുക. അപ്പൊ നിങ്ങൾക്ക് ഉറപ്പായിട്ടും കിട്ടും. ഓക്കെ, മനസ്സിലായല്ലോ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ അടുത്തൊരു ചോദ്യം ഒന്ന് വേഗം ചെയ്ത് നോക്കൂ. When Anuj saw Manish, he recalled he is the son of the father of my daughter's mother. Okay, എന്താണ്? Who is Manish to Anuj എന്നാണ് ചോദ്യം അല്ലെ. ഒന്ന് വേഗം ചെയ്ത് നോക്കൂ. അനുജ് മനീഷിനെ കണ്ടപ്പോൾ അദ്ദേഹം റീകോൾ ചെയ്യാണ്. ഓക്കെ, അനുജ് മനീഷിനെ കണ്ടപ്പോൾ അദ്ദേഹം റീകോൾ ചെയ്യുന്നു. അനുജ്. ഓക്കെ, അനുജാണ് ഹി. വേഗം ചെയ്ത് നോക്കൂ. ഓക്കെ, എന്താണ്? അനുജിന് നമുക്ക് ആദ്യം വരയ്ക്കാം അല്ലെ. അനുജ് സോ മനീഷ് എന്നാണ് പറയുന്നത്. അനുജ് എന്താണ്? പുരുഷനാണ്.
സോ മനീഷ് ഹി റീകോൾഡ് ഹി ഈസ് ദ സൺ ഓഫ് ദ ഫാദർ ഓഫ് മൈ ഡോട്ടേഴ്സ് മദർ അല്ലെ, മൈ ഡോട്ടേഴ്സ് മദർ, എന്റെ മകളുടെ അമ്മയുടെ, അതായത് ഇദ്ദേഹത്തിന്റെ ഭാര്യ, അനുജിന്റെ ഭാര്യയുടെ എന്താണ് എന്താണ് ഓക്കെ, ഹി ഈസ് ദ സൺ ഓഫ് ദ ഫാദർ ഓഫ് മൈ ഡോട്ടേഴ്സ് മദർ, എന്റെ മകളുടെ അമ്മയുടെ അച്ഛന്റെ മകനാണ് അല്ലെ, അച്ഛന്റെ മകനാണ്. ഓക്കെ, അച്ഛൻ ഇതാണ് അല്ലെ, അദ്ദേഹത്തിന്റെ മകനാണ്. ഓക്കെ, എന്താ ചോദ്യം? ഇതാണ് ആര്? മനീഷ് എന്ന് പറയുന്ന ആള്. ഓക്കെ, മനീഷ് ഇതാണ്. എന്താ ചോദ്യം? ഹു ഈസ് മനീഷ് ടു അനുജ് അല്ലെ, മനീഷും അനുജും തമ്മിലുള്ള ബന്ധം എന്താണ്? എന്താണ്? ബ്രദർ ഇൻ ലോ ആണ് അല്ലെ. ഓക്കെ, ഓപ്ഷൻ എ ആണ് നമ്മുടെ ശരി ഉത്തരം. മനീഷ് ബ്രദർ ഇൻ ലോ ആണ്, അനുജിന്റെ ബ്രദർ ഇൻ ലോ ആണ്. മനസ്സിലായോ? ഓക്കെ, കിട്ടുന്നുണ്ടോ? മനസ്സിലായോ? ഓക്കെ അല്ലേ? ഓക്കെ, എളുപ്പത്തിൽ കിട്ടുന്നില്ലേ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ അടുത്തൊരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കൂ. ഇൻട്രൊഡ്യൂസിംഗ് എ മാൻ എ വുമൺ സെഡ്, എന്താണ് പറഞ്ഞത്? ഹിസ് വൈഫ് ഈസ് ദ ഓൺലി ഡോട്ടർ ഓഫ് മൈ ഫാദർ. ഹൗ ഈസ് ദാറ്റ് മാൻ റിലേറ്റഡ് ടു ദാറ്റ് വുമൺ? ഒന്ന് വേഗം ചെയ്ത് നോക്കൂ. എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആണ്, ഒന്ന് വേഗം ചെയ്ത് നോക്കിയേ. ഇൻട്രൊഡ്യൂസിംഗ് എ മാൻ, ഒരു പുരുഷനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു, എന്നിട്ട് വുമൺ ആണ് പറയുന്നത്. എന്താണ്? വുമൺ ആണ് പറയുന്നത്. ആ വുമണിനെ നമ്മൾ ആദ്യം വരയ്ക്കുന്നു. വുമൺ. ഓക്കെ, ആ വുമണിനെ നമ്മൾ ആദ്യം വരച്ചു. ഓക്കെ, ആ വുമണിനെ നമ്മൾ ഇവിടെ വരച്ചു. ഓക്കെ, എന്താണ്? മൈ ഫാദർ, എന്റെ അച്ഛൻ. ആ വുമണിന്റെ അച്ഛനെയും നമ്മൾ ഇവിടെ വരച്ചു. ഓക്കെ, എന്താണ്? ഹിസ് വൈഫ് ഈസ് ദ ഓൺലി ഡോട്ടർ ഓഫ് മൈ ഫാദർ. ഹിസ് വൈഫ്, ആരുടെ? ഈ മാനിന്റെ വൈഫ് എന്ന് പറയുന്നത് ആരാണ്? എന്റെ അച്ഛന്റെ ഒരേ ഒരു മകളാണ്. എന്റെ അച്ഛന്റെ ഒരേ ഒരു മകൾ ആരാണ്? ഈ ഞാൻ തന്നെയാണ് അല്ലെ, വുമൺ ആണ് അല്ലെ, ഈ വുമൺ ആണ് എന്റെ അച്ഛന്റെ ഒരേ ഒരു മകൾ. എന്താണ്? ഹിസ് വൈഫ്, ആരുടെ? ഈ കാണിക്കുന്ന ആളുടെ ഭാര്യ എന്ന് പറയുന്നത് എന്റെ അച്ഛന്റെ മകളാണ്, അതായത് ഞാനാണ്. അയാളുടെ ഭാര്യ ഞാനാണ്. സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ അയാളുടെ ഭാര്യ ഞാനാണ്. ഓക്കെ, അപ്പൊ എന്താണ്? ഇയാളെ പറ്റിയിട്ട്, ഇവരുടെ ഭർത്താവിനെ പറ്റിയിട്ടാണ് ഈ പറയുന്നത്. മനസ്സിലായോ? ഇതാണ് ആ മാൻ. ഓക്കെ, എന്താണ്? ഹൗ ഈസ് ദാറ്റ് മാൻ റിലേറ്റഡ് ടു ദാറ്റ് വുമൺ? എന്താണ് റിലേറ്റഡ് ടു ദ വുമൺ? എന്താണ്? മാൻ എങ്ങനെയാണ്? ഹസ്ബൻഡ് ആണ്. ഓപ്ഷൻ ഡി ആണ് ഉത്തരം വരുന്നത്. മനസ്സിലായോ? ഓപ്ഷൻ ഡി കിട്ടും. കിട്ടിയിട്ടുണ്ടോ? മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, കിട്ടുന്നുണ്ടല്ലോ. ഓക്കെ, വെരി ഗുഡ്. ഓക്കെ. അങ്ങനെയാണെങ്കിൽ അടുത്തൊരു ചോദ്യം നോക്കിയേ. പോയിന്റിംഗ് ടു എ ഫോട്ടോഗ്രാഫ് എ മാൻ സെഡ് ഐ ഹാവ് നോ ബ്രദർ ഓർ സിസ്റ്റർ ബട്ട് ദാറ്റ് മാൻസ് ഫാദർ ഈസ് മൈ ഫാദേഴ്സ് സൺ. എളുപ്പമുള്ള ചോദ്യമാണ്. ഒന്ന് വേഗം ചെയ്ത് നോക്കിയേ. ഒരു ഫോട്ടോഗ്രാഫ് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഒരാൾ പറയുകയാണ്, എനിക്ക് സഹോദരങ്ങളില്ല, അതായത് ബ്രദറും ഇല്ല സിസ്റ്ററും ഇല്ല, പക്ഷേ അയാളുടെ അച്ഛൻ എന്ന് പറയുന്നത് എന്റെ അച്ഛന്റെ ഒരേ ഒരു മകനാണ്. എളുപ്പമല്ലേ? വരച്ചു പോലും നോക്കണ്ട, അത്രയ്ക്ക് എളുപ്പമാണ് അല്ലെ. നോക്കിയേ, എന്താണ്? ഒരു മാൻ ആണ് പറയുന്നത് അല്ലെ, ഒരു പുരുഷനാണ് പറയുന്നത്. നോക്കിയേ, എനിക്ക് സഹോദരങ്ങളില്ല, സഹോദരിമാരില്ല. അപ്പൊ ഇവിടെ അടുത്തൊന്നും ഒരു സാധനവും വരയ്ക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, എന്താണ്? ബട്ട് ദാറ്റ് മാൻസ് ഫാദർ, ഏതോ ഒരാളുടെ അച്ഛൻ എന്ന് പറയുന്നത് എന്റെ അച്ഛന്റെ, അതായത് മൈ ഫാദേഴ്സ് സൺ അല്ലെ. ഈ മൈ നമ്മൾ നോട്ട് ചെയ്തു അല്ലെ. ഈ മൈ ഫാദേഴ്സ്, അതായത് എന്റെ അച്ഛന്റെ ഒരേ സണ്ണാണല്ലോ, അത് ഒരാളേ ഉള്ളൂ, സഹോദരങ്ങൾ വേറെ ഇല്ലാന്ന് പറഞ്ഞു കഴിഞ്ഞു അല്ലെ. അതായത് ഞാൻ എന്ന് പറയുന്നത് അയാളുടെ അച്ഛനാണ്. ഏതാള്? താഴെ കാണുന്ന ആളുടെ അച്ഛനാണ്. ഓക്കെ, ഇയാളുടെ ഫോട്ടോയാണ് കാണിക്കുന്നത്. ഇയാളുടെ ഫോട്ടോ കാണിച്ചിട്ട് ഇയാൾ പറയുകയാണ് എന്താണ്? അയാളെയാണ് പരിചയപ്പെടുന്നത്. മനസ്സിലായല്ലോ? ഓക്കെ, അപ്പൊ എന്താണ്? ഹൂസ് ഫോട്ടോഗ്രാഫ് വാസ് ഇറ്റ് അല്ലെ. ആ ഫോട്ടോഗ്രാഫ് ആരുടേതാണ് എന്നാണ് ചോദ്യം. ആരുടേതാണ്? ഇയാളുടെ സണ്ണിന്റെയാണ് അല്ലെ. ഇയാളുടെ സണ്ണിന്റെയാണ് ആ ഫോട്ടോഗ്രാഫ്. മനസ്സിലായോ? ഓക്കെ, സണ്ണിന്റെ ഫോട്ടോഗ്രാഫ് ആണ്. മനസ്സിലായോ? ഓക്കെ, അപ്പൊ നമ്മൾ ഇന്ന് പഠിച്ചുകൊണ്ടിരുന്നത് എന്താണ്? ബ്ലഡ് റിലേഷനുമായി ബന്ധപ്പെട്ട് സാധാരണ ചോദിച്ചു കാണുന്ന 3 ടൈപ്പ് ക്വസ്റ്റ്യൻസ്. പസിൽ ടൈപ്പ്, കോഡഡ് ടൈപ്പ്, പിന്നെന്താണ്? പോയിന്റിംഗ് അല്ലെങ്കിൽ ഇൻട്രൊഡ്യൂസിംഗ് ടൈപ്പ്. ഈ 3 കാര്യങ്ങളും നമ്മൾ വളരെ വൃത്തിയായിട്ട് എന്തൊക്കെ ശ്രദ്ധിക്കണം, ഇത് പിന്നെ ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞു അല്ലെ. അപ്പൊ നിങ്ങൾ കൃത്യമായിട്ട് ഈ ഒരു കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട്, ഈ എളുപ്പ വഴികളൊക്കെ മനസ്സിലാക്കിക്കൊണ്ട്, കുറെ കാര്യങ്ങളൊക്കെ കുറെ ഷോർട്ട് ട്രിക്ക് ഒക്കെ പറഞ്ഞിട്ടുണ്ട് അല്ലെ. അപ്പൊ അത് നമ്മൾ സിമ്പിൾസ് ഉപയോഗിക്കുന്നത് ഇതൊക്കെ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട്, നോക്കിയിട്ടുണ്ട്. അപ്പൊ അതൊക്കെ നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്ത് നല്ല രീതിയിൽ നോക്കുക. ഓക്കെ, ഇതൊക്കെ നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ എന്താണ് നമ്മുടെ മോക്ക് ടെസ്റ്റ് ഒക്കെ ചെയ്ത് നോക്കുക. അപ്പൊ നിങ്ങൾ വളരെ അടിപൊളിയായിട്ട് സെറ്റായി മാറും. ഓക്കെ, ബ്ലഡ് റിലേഷനുമായി ബന്ധപ്പെട്ട് ഏത് ക്വസ്റ്റ്യൻ വന്നാലും നിങ്ങൾ സെറ്റായിട്ട് നിങ്ങൾ പിന്നെ സജ്ജരായിരിക്കും ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്ന് പഠിച്ച 3 കാര്യങ്ങളും വളരെ വൃത്തിയായിട്ട് നോക്കുക. ഓക്കെ, അപ്പൊ അത്രമാത്രമാണ് നമ്മുടെ ഇന്നത്തെ ബ്ലഡ് റിലേഷനുമായി ബന്ധപ്പെട്ട ഈ ഒരു ക്ലാസ്സിൽ പറയാനുള്ളത്. ഓക്കെ, അപ്പൊ അതൊക്കെ നിങ്ങൾ ചെയ്തു നോക്കുക. ഓക്കെ, അപ്പോൾ അടുത്ത ക്ലാസ്സിൽ പുതിയൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരെ ഓക്കെ, ബൈ.